പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട കളക്ടർ ഇവിടെ നമുക്ക് തുറന്നു തന്നിരിക്കുന്നത് ശരിക്ക് എന്താണ് ഇസ്ലാം, എന്താണ് ജിഹാദ് എന്ന് പഠിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അതായത് ഖുർആനും ഹദീസും ഒക്കെ ഒന്ന് തുറന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് വെടിപ്പായിട്ട് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇതുവരെ ഇതിന്റെ അഭാവം ശരിക്കും ഉണ്ടായിരുന്നല്ലോ. എന്താണ് ജിഹാദ്? അത് പഠിക്കുക തന്നെ വേണം, അല്ലേ? അത് സോഴ്സുകളിൽ നിന്ന് തന്നെ പഠിക്കണം. അപ്പൊ അതിനൊക്കെ ഒരു അവസരം ഉണ്ടാക്കിയതിനാദ്യം നമ്മുടെ ഒരു കഴമ്പില്ലാത്ത സാധനമാണത്. അതിന്റെ കഴമ്പ് എന്താണെന്ന് യേശുവിനെ കുറിച്ച് പാടിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ്. ഇരിക്കട്ടെ, ഞാൻ അതിലേക്കും വരാം. അപ്പോ ജിഹാദ് ഓക്കെ, ഇന്ന് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ജിഹാദ്. അപ്പോ ഖുർആനിനെ കുറിച്ചിട്ട് അറിയണം, ഖുർആനിൽ പറഞ്ഞ ജിഹാദ് എന്താണ് എന്നറിയണം. ആ ജിഹാദ് ഏതൊക്കെ രൂപത്തിലാണ് ഇവിടെ വർക്കൗട്ട് ആക്കുന്നത് എന്നറിയണം. അതൊക്കെ അറിഞ്ഞാൽ മാത്രമേ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. അതാണ് മോട്ടോ മാനിയാക്ക്. നിന്നെ ഇവിടെ ആരെങ്കിലും വിളിച്ചോ? പാപ്പാക്ക് സ്ത്രീധനം കിട്ടിയതാണോ മോനെ സോഷ്യൽ മീഡിയ? തന്തയ്ക്ക് വിളിപ്പിക്കാതെ ഇറങ്ങിപ്പോടാ. ഇതെന്റെ പ്ലാറ്റ്ഫോമാ, എന്റെ അഭിപ്രായം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നീ വേണമെങ്കിൽ കേൾക്കുക, അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുക. നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? നിന്നെ ആരെങ്കിലും വിളിച്ചോടാ ഇങ്ങോട്ട് ഇത് പറയാൻ? ഇത് കേൾക്കാൻ വരാൻ നിന്നെ ആരാ വിളിച്ചത്? ഇതെന്റെ പ്ലാറ്റ്ഫോമാ, എന്റെ അഭിപ്രായം പറയാനാ ഞാൻ വന്നിരിക്കുന്നത്. എന്നോട് പോകാൻ പറയാൻ നീ ആരാ? ഇതെന്റെ സൈറ്റാടാ. എന്റെ വീട്ടിൽ വന്നാൽ നിനക്ക് ഞാൻ ചെരിപ്പടി തരില്ലേ? നിന്നെ ഇതിനകത്ത് നട്ടിച്ചിറക്കി വിടാൻ ഓപ്ഷൻ ഉണ്ട് എന്ന് നീ മറന്നുപോയി അല്ലേ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്, കേട്ടോ. വന്ന് നിൽക്കുന്നെങ്കിൽ ചേലയ്ക്കാതെ വന്ന് നിന്ന് കേട്ടിട്ട് പോകുക, അല്ലാതെ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് ഇറങ്ങിപ്പോകാനോ? അപ്പോ ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥമാണ് നമ്മുടെ ദിവ്യമേടത്തിന് അറിയേണ്ടത്. ഒന്നും വേണ്ട, അറിയണമെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമാ തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ വെറുതെ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചാൽ മതി. അതല്ലെങ്കിൽ ആൾക്കൂട്ടം തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്ത്, അതിന് എയർപോർട്ട് ആകട്ടെ, റെയിൽവേ സ്റ്റേഷൻ ആകട്ടെ, ബസ് സ്റ്റോപ്പ് ആകട്ടെ, സിനിമാ തിയേറ്റർ ആകട്ടെ, മാർക്കറ്റ് ആകട്ടെ, എവിടെയായിരുന്നാലും ശരി, അല്ലാഹു അക്ബർ എന്ന് വിളിച്ചാൽ മതി. എന്താണ് ജിഹാദ് എന്ന് മറ്റുള്ളവരുടെ പരക്കം പാച്ചൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓട്ടെ, അതല്ലേ വേണ്ടത്? അല്ല, ഇതുപോലെയുള്ള ആളുകൾക്ക് IAS കിട്ടുമോ എന്ന് ഞാൻ ആലോചിച്ചു പോയി. ലോകം മുഴുവനും നൂറുകണക്കിന് തീവ്രവാദ സംഘടനകൾ ഉണ്ടാക്കി, ലോകത്ത് മുഴുവനും ഭീകരർ നടത്തിയ ജിഹാദുകൾ, അക്രമങ്ങൾ. ജിഹാദ് എന്ന് പറഞ്ഞാൽ സായുധ സമരം. ഇതൊക്കെ അറിയുന്ന ആള് പഹൽഗാം ഭീകരാക്രമണമൊന്നും കണ്ടില്ലായിരുന്നു? ചെങ്കോട്ടയിലെ വൈറ്റ് കോളർ ഭീകരതയൊന്നും കണ്ടില്ല? കാണാത്തത് കൊണ്ടല്ല. കെട്ടിയോനെ ഇലക്ഷന് നിന്നിട്ട് ജയിപ്പിക്കണ്ടേ? മുസ്ലിം വോട്ട് കിട്ടാതെ തിരുവനന്തപുരത്ത് ജയിച്ചു കയറുമോ? ഇസ്ലാം സമാധാനമാണ്. ലോകത്ത് മുഴുവനും സമാധാനം വാരി വിതറുന്ന ഒരു മതമാണ് ഇസ്ലാം. വിദ്യാഭ്യാസവും വിവരവും രണ്ടും രണ്ടാണ്. വിദ്യാഭ്യാസമുണ്ടെന്ന് കരുതി വിവരമുണ്ടാകണമെന്ന് നമ്മളാരും നിർബന്ധം പിടിക്കരുത്. ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരാൻ പൊട്ടിത്തെറിക്കാനും പൊട്ടിത്തെറിപ്പിക്കാനും കഴിയണം. ഇതിനെയൊക്കെ മതേതരത്വത്തിന്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് ന്യായീകരിക്കുക കൂടി ചെയ്യണം, കേട്ടോ. ഇത് ഐഡിയോളജിയുടെ പ്രശ്നമാണ്. ഈ ശാസ്ത്രയുഗത്തിൽ മതങ്ങൾക്ക് എത്രമാത്രം സ്പേസ് നൽകപ്പെടുന്നോ അത്ര കണ്ട് വിഡ്ഢികൾ അതിനകത്തേക്ക് കയറും, വിഡ്ഢിത്തങ്ങൾ വാരി വിതറും. ഒരു പക്ഷേ പഹൽഗാമിൽ അന്ന് ഒരു തീർത്ഥയാത്രയ്ക്ക്, ഒരു തീർത്ഥാടനത്തിന് കെട്ടിയോന്റെ കൂടെ ഇവര് കൂടി ഒന്ന് പോയാൽ ഇവർക്ക് ഇങ്ങനെ വന്ന് പ്രസംഗിക്കേണ്ടി വരുമായിരുന്നില്ല. എന്താണ് ജിഹാദ് എന്ന്
റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ ഭീകരര് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു അല്ലേ? നമ്മളതൊക്കെ കാണുകയും അറിയുകയും ചെയ്തതാ. നല്ലൊരു അവസരം ദിവ്യയായിട്ട് ഉണ്ടാക്കി തന്നു. എന്താണ് ഇസ്ലാമിന്റെ പരിവർത്തനം എന്ന് പഠിക്കാൻ 6-ാം നൂറ്റാണ്ടിലെ നൂതനമായിട്ടുള്ള ആ ഗോത്രീയത എന്താണ് എന്നൊന്ന് പരിഷ്കരിച്ചു പഠിക്കാൻ ഖുർആനും ഹദീസും ഉൾപ്പെടെയുള്ള കണ്ടെയ്നറുകളിൽ വെച്ചെടുത്താലും തീരാത്ത രൂപത്തിലുള്ള പുസ്തകക്കെട്ടുകൾ ഒന്ന് തുറക്കാൻ ഒരു ചർച്ച നടക്കണം. ഈ ചർച്ച പ്രയോജനപ്പെടുന്നത് ആർക്കാ? ഖുർആനും ഹദീസും അറിയുന്നവർക്കും അറിയാൻ ശ്രമിക്കുന്നവർക്കും. അതാണ് വേണ്ടത്. അതായത് അയ്യരുടെ വ്യാഖ്യാനം കേട്ടപ്പം ഞാനൊന്ന് തരിച്ചുപോയി. എന്താണ് ജിഹാദ് എന്ന് ജിഹാദി ഫണ്ടുകൾ പറഞ്ഞു തരും. ഹലാൽ എന്താണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞതുപോലെ മതഭ്രാന്തന്മാരായിട്ടുള്ള മദ്രസകളിൽ പഠിപ്പിക്കുന്ന വിശുദ്ധ യുദ്ധം എന്താണ് എന്ന് ദിവ്യശ്രീ ഒന്നങ്ങട് പറയ. അന്യമതസ്ഥരെ കൊന്നൊടുക്കണം അല്ലേ? അവർ അമുസ്ലിം മാതാപിതാക്കളുടെ മക്കളായതിന്റെ പേരിൽ അവരെ കൊന്നൊടുക്കാൻ പഠിപ്പിക്കുന്ന സിലബസ് ഇവരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം. അതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ബസ്സിലും മാർക്കറ്റിലും മഹാകുംഭമേളയിലും ദീപാവലിയിലുമൊക്കെ ബോംബ് പൊട്ടിച്ച് ആഘോഷിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെയൊക്കെ ഇരുമ്പ് നിക്കറിലൊന്ന് മുറുക്കാൻ, അതല്ലെങ്കിൽ അതൊന്ന് ഊരിക്കാൻ. പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ ഊരണമല്ലോ. ഇരുമ്പ് നിക്കറ് തെറിക്കത്തില്ല. ഇരുമ്പ് നിക്കറിന് ബോംബിന്റെ പേടിയല്ലേ? സ്വർഗത്തിലെത്തിയുടെ കൂറികൾ അഴിച്ചു കൊടുക്കുക. അതിന് പകരം ദിവ്യയെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് അഴിപ്പിക്കുക. അറബ് രാജ്യങ്ങളൊക്കെ ഇത്തരം അക്രമങ്ങൾക്ക് മതനിയമങ്ങൾക്കൊക്കെ ശക്തമായിട്ടുള്ള പ്രതിരോധം തീർത്തു കഴിഞ്ഞു. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം സൗദി അറേബ്യയിൽ ഒരു പള്ളിയിലും പൊട്ടിത്തെറി ഉണ്ടാകത്തില്ല. ദുബൈയിൽ ഉണ്ടാകുമോ? ഖത്തറിൽ ഉണ്ടാകുമോ? കുവൈറ്റിൽ ഉണ്ടാകുമോ? ഇല്ല. മതവിഷം തുപ്പാൻ അറബ് രാജ്യങ്ങൾ അനുവദിക്കില്ല. കാരണം അവർക്ക് പുരോഗതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശാസ്ത്രം വെച്ചിട്ട് ഈ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രീയതയെ വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഭൂമി പരന്നതാണെന്നുകൂടി നിങ്ങളൊന്ന് പറയാൻ മറക്കരുത്. ഗണപതി മിത്താണ് എന്ന് പറഞ്ഞ അതേ ആർജവത്തോടു കൂടി തന്നെ പടച്ചോനും ബുറാക്കും സ്വർഗവും ഒക്കെ മിത്താണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിലെ ശാസ്ത്രം തെളിയിക്കുമ്പോൾ ചന്ദ്രനെ പിളർത്തിയ പ്രവാചകന്റെ വാള് ദിവ്യയെ കൊണ്ട് വേണം അതൊന്ന് മിനുക്കിക്കാൻ. 21 ഊരിയ വാളല്ല. ഓ, എന്താണ് ജിഹാദ് എന്ന് ഇവർക്കറിയണം. ഒറ്റപ്പെട്ട പോരാട്ടം ആണോ? സായുധ സമരം, യുദ്ധം? നിങ്ങൾ എത്രയാ ഇതിനെ വെളുപ്പിക്കാൻ നോക്കുന്നത്? നിങ്ങളെ പോലെയുള്ള ആളുകൾ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുക. ആഗോളതലത്തിൽ എന്താണ് ജിഹാദ് എന്ന് എല്ലാവർക്കും അറിയാം. ഭർത്താവിനെ വിജയിപ്പിക്കാനുള്ള മുസ്ലിം പ്രീണനത്തിന്റെ എക്സ്ട്രീം ലെവല് ചേച്ചി എടുത്ത് പുറത്തിട്ടു. ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുകയും ചെയ്തു. മറ്റുള്ളവർക്ക് എഴുത്തും വായനയും അറിയാത്ത ആളുകളൊന്നും അല്ല ചാച്ചി. ജിഹാദിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ഈ ഇന്റർനെറ്റ് യുഗത്തിൽ കളക്ടർ അമ്മയുടെ ഒരു കൂടിയാലോചനയുടെയും ആവശ്യമില്ല. നിങ്ങൾ എത്ര പൊട്ടിയടിച്ചാലും എത്ര വെളുപ്പിച്ചാലും എത്ര വ്യാഖ്യാനിച്ചാലും ശരി, എന്താണ് ജിഹാദ് എന്ന് കൊച്ചിനറിയില്ലെങ്കിൽ കൊച്ചങ്ങോട്ട് മാറിയതില്ല, അറിയുന്നവർക്കറിയാം. സുഡാപ്പികളെ നിങ്ങൾ എത്ര തന്നെ സുഖിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി, ഇത് നിങ്ങൾക്ക് നെഗറ്റീവ് എഫക്റ്റേ ഉണ്ടാക്കി തരുള്ളൂ. ദിവ്യ മൗലവി വേൾഡ് ട്രേഡ് സെന്ററിന്റെ ആക്രമണം കേട്ടിട്ടുണ്ടോ? പഹൽഗാം കേട്ടിട്ടുണ്ടോ? ഡൽഹിയിലെ വൈറ്റ് കോളർ ഭീകരതയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പൊട്ടിത്തെറിക്കുന്ന ആളുകളെ കുറിച്ചിട്ടൊന്നും താതാക്ക് അറിയത്തില്ല. അറേബ്യൻ മണ്ണിൽ സ്ത്രീകളെ ജീവനോടുകൂടി കുഴിച്ചു മൂടിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അറിയാമോ? ആ കുഴിച്ചു മൂടാൻ പ്രേരിപ്പിച്ച ഒരു മതം ഉണ്ടായിരുന്നു. അറിയാമോ? ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇടയ്ക്കെങ്കിലും. എന്തിനാണെന്നറിയാമോ? വിവരക്കേട് പറയാതിരിക്കാൻ. തനിക്ക് ആ വിഷയത്തിൽ വിവരമില്ല എന്ന വിവരമെങ്കിലും ഒന്ന് അറിയാൻ. ചേച്ചി നിർബന്ധമായിട്ട് പെയിന്റ് കമ്പനിയൊക്കെ തുടങ്ങിയാൽ ഏഷ്യൻ പെയിന്റ് ഒക്കെ മാറി നിൽക്കും. അത്രയ്ക്ക് വിജയിക്കും. ആർക്കാണ് ഇന്ന് ഇതിനെ കുറിച്ചിട്ടൊക്കെ അറിയാത്തത്? കെട്ടിയോനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തന്ത്രമാണിത് എന്ന് ആർക്കാ അറിയാത്തത്? ഞാന്
ചില ഹദീസുകളൊന്നും ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ കേൾക്കുന്നവർക്ക് മനസ്സിലാകുമല്ലോ, ഇന്ത്യയെ ആക്രമിക്കണം അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി. അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞു, എന്റെ സമുദായത്തിൽപ്പെട്ട 2 വിഭാഗം ആളുകളെ അള്ളാഹു നരകത്തിന്റെ തീച്ചൂടിൽ നിന്ന് മോചിപ്പിക്കും. ഒന്ന്, ഇന്ത്യയെ ആക്രമിക്കുന്നവർ. 2, മറിയമിന്റെ മകൻ ഈസയോടൊപ്പമുള്ള ആളുകൾ. സുനൻ അൻ-നസാഇ എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിന്റെ 1-ാം വാള്യം ബുക്ക് നമ്പർ 25 ജിഹാദ് എന്ന അധ്യായത്തില് ഹദീസ് നമ്പർ 3175. വേണോ ഇനി? പഹൽഗാമിലൊന്ന് പോയാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ ഈ കൊച്ചിന്. ജിഹാദ് എന്താണ് എന്ന് ഇവർക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഇസ്ലാമിനിട്ടൊന്ന് കൊള്ളിച്ചതാണ്. ഇസ്ലാമിന്റെ ഉഡായിപ്പ് ഞങ്ങൾ വലിച്ചു കീറിക്കൊണ്ടിരിക്കുക ദിവസവും. ജിഹാദ് എന്താണ് എന്ന് പഠിക്കണം. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന 2794 ഹദീസ് ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾ ഇന്ന് നോക്കിയാൽ മതി. ചാറ്റ് GPT ചോദിച്ചാൽ അവർ പറഞ്ഞു. ജെമിനിയോട് ചോദിക്കേ, പറഞ്ഞു തരും. ഇവര് പറയുന്നത് കേൾക്കുമ്പോ ജിഹാദിന്റെ അർത്ഥം അറിയാത്ത മറ്റു മനുഷ്യര്, അയ്യോ, ജിഹാദികൾ പോലും ഇവർക്കിട്ട് 2 പൊട്ടിക്കും. നിങ്ങൾ എന്താ ജിഹാദിന്റെ അർത്ഥം മാറ്റാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോ എല്ലാവരും ഇവരുടെ ഈ പ്രീണനം എന്താണ് എന്ന് ശരിക്കും മനസ്സിലാക്കി എന്നതാണ് ഇപ്പോൾ ഇത് കൂടുതൽ വിശദീകരിച്ച് പറയാൻ ഞാൻ നിർബന്ധിതയായിട്ടുള്ളതിന്റെ കാരണം. ഇവര് ഇസ്ലാമിനെ ഒന്ന് വെളുപ്പിച്ചെടുത്ത് മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങി തിരുവനന്തപുരത്ത് കെട്ടിയോനെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി എടുത്ത എക്സ്ട്രീം ലെവൽ പ്രീണനവും കാപട്യവും തുറന്നു കാണിക്കുക എന്നത് നമ്മുടെയും ധർമ്മമല്ലേ? അല്ലേ? അതാണ് ഞാനും ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കെട്ടിയോനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കൊച്ചു മുമ്പ് ഒരു യേശുവിനെ കുറിച്ച് ഒരു പാട്ട് പാടിയത് ഓർമ്മയുണ്ടോ? അപ്പോഴേ ഇവരുടെ IAS പട്ടമൊക്കെ എന്തിനാണ് എന്ന് നമ്മളൊക്കെ ആലോചിച്ചു പോയതാ. നമുക്ക് ശരിക്കും കാര്യങ്ങൾ മനസ്സിലായതുമാണ്. ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ്. മുമ്പ് നമ്മളൊരു DGPയെ കുറിച്ച് പറയാറുണ്ടായിരുന്നു. അഹമ്മദ് ഗബീറിന് സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. വഖഫ് ബോർഡിൽ കൊണ്ടൊരു കംപ്ലൈന്റ് കൊടുക്കടാ. വഖഫ് ബോർഡിനോട് ചോദ്യം. ഇഷ്ടം പോലെ പണമുണ്ട് അവരുടെ കയ്യിൽ, അവർ തരും. അതല്ലെങ്കിൽ നമ്മുടെ നന്മ മരങ്ങളുണ്ടല്ലോ, അവരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കച്ചല്ലേ. അതെ, പള്ളി മഹല്ലിൽ പോയി ചോദിക്കുക, അവിടെ നിന്ന് തരും. ഞങ്ങളെ ഇവിടെ ക്ലാരിറ്റി ഇല്ലാത്ത ചാരിറ്റി ഒന്നും തുറന്നു വെച്ചിട്ടില്ല. നമ്മളോട് ചോദിച്ചിട്ട് കാര്യം തരും. വേറെ ഒന്നും പറയാൻ പറ്റാത്തത് കൊണ്ടേ വന്നിട്ട് നമ്മുടെ ചാനലിൽ വന്നിട്ട് ചോദിക്കാൻ ഇരിക്കട്ടെ. അപ്പോ ഇവരുടെ വീഡിയോ എടുക്കണം അല്ലേ? അങ്ങനെ എന്താണ് എന്ന്. അതിനു മുമ്പ് ഇവരെന്താണെന്ന് നമുക്കൊന്ന് അറിയണ്ടേ? ഇവരുടെ ഓരോ വിഷയങ്ങളിലെയും വിവരം എന്താണ് എന്ന് കേരളം കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഇവരുടെ ഒരു കവിത ആലാപനത്തിലൂടെയാണ്. എന്നാ പിന്നെ യേശുവിനെ നമുക്കൊന്ന് കറുപ്പിച്ചെടുക്കാം. ചേച്ചി ഭയങ്കര വെളുപ്പായതുകൊണ്ട് ചേച്ചിക്ക് കറുപ്പിനോട് വല്ലാത്ത അവഗണനയാണ്. ഇവര് ഭയങ്കര വെളുത്തു തുടുത്ത അയ്യരല്ലേ. അപ്പോൾ യേശു കറുത്തവനായതുകൊണ്ട് ഇവർക്ക് അംഗീകരിക്കാൻ അങ്ങോട്ട് ബുദ്ധിമുട്ടാ. എന്നാ പിന്നെ തൊലി കറുപ്പിച്ചത് ആരാ കൊച്ചേ? പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലാത്ത പറയുന്നില്ല. യേശുവെന്നാൽ യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു എന്നതിന് 3 നല്ല വാദങ്ങളുണ്ട്. ഒന്ന്, അവൻ എല്ലാവരെയും സഹോദര എന്ന് വിളിച്ചിരുന്നു. 2, അവൻ സുവിശേഷം പറയുവാൻ ഇഷ്ടപ്പെട്ടു. 3, അവന് നല്ല ഒരു വിചാരണ ലഭിച്ചില്ല. പക്ഷേ യേശു ഒരു ജൂതനായിരുന്നു എന്നതിനും 3 തത്തുല്യവാദങ്ങളുണ്ട്. 1, അവൻ അപ്പന്റെ തൊഴിലിൽ ഏർപ്പെട്ടു. 2, അവൻ 32 വയസ്സുവരെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞു. 3, അമ്മ കന്യകയാണെന്നവനും അവൻ ദൈവമാണെന്നമ്മയും വിശ്വസിച്ചു. പക്ഷേ
യേശു ഒരു ഇറ്റലിക്കാരനാണ് എന്നതിനും 3 തത്തുല്യവാദങ്ങളുണ്ട്. ഒന്ന്, അവൻ ആംഗ്യങ്ങൾ കൊണ്ട് സംസാരിച്ചു. 2, ഓരോ ഭക്ഷണത്തിനോടൊപ്പവും അവൻ വീഞ്ഞു കുടിച്ചു. 3, അവൻ ഒലീവെണ്ണ ധാരാളം ഉപയോഗിച്ചു. പക്ഷേ യേശു കാലിഫോർണിയക്കാരനായിരുന്നു എന്നതിനും 3 തത്തുല്യവാദങ്ങളുണ്ട്. ഒന്ന്, അവൻ ഒരിക്കലും മുടി മുറിച്ചില്ല. 2, എല്ലാ സമയവും അവൻ നഗ്നപാതനായി ചുറ്റി നടന്നു. 3, അവൻ ഒരു പുതിയ മതം തുടങ്ങി വച്ചു. പക്ഷേ യേശു അയർലൻഡുകാരനായിരുന്നു എന്നതിനും 3 തത്തുല്യവാദങ്ങളുണ്ട്. ഒന്ന്, അവൻ വിവാഹമേ കഴിച്ചില്ല. 2, അവൻ എപ്പോഴും കഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. 3, അവൻ പുൽമൈതാനങ്ങളെ സ്നേഹിച്ചു. എന്നാൽ യേശു ഒരു സ്ത്രീയായിരുന്നു എന്നതിന് 3 ശക്തമായ വാദങ്ങളുണ്ട്. ഏതൊക്കെയെന്നോ? 1, തീരെ ഭക്ഷണമില്ലാതിരുന്ന സമയത്ത് ഒരു നിമിഷത്തെ മുന്നറിയിപ്പിൽ ഒരാൾക്കൂട്ടത്തെ അവൻ ഓട്ടേണ്ടി വന്നു. 2, ഒരിക്കലും ഒന്നും മനസ്സിലാവാത്ത പുരുഷാരത്തിനു കുറുകെ സന്ദേശമയക്കുവാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. 3, പണികൾ ചെയ്തു തീർക്കാൻ ബാക്കിയുള്ളതുകൊണ്ട് മരിച്ചിടത്തു നിന്ന പോലും അവൻ എണീറ്റു വരേണ്ടി വന്നു. യേശുവെന്നാൽ യേശു ഒരു കറുത്ത വർഗ. ഇത് കേട്ടപ്പോ നിങ്ങൾക്ക് എന്തു തോന്നി? ഇവര് എങ്ങനെയാണ് IAS ആയത് എന്നറിയില്ല, മൊത്തം കോപ്പിയടിയ. ഇതില് ഇവരുടെ സ്വന്തമായിട്ടുള്ള ഒരു വാചകം പോലുമില്ല, മൊത്തം കോപ്പിയടി, മൊത്തം കോപ്പിയടി. അപ്പോൾ ഇവര് ശരിക്കും ഒരു കോമഡി പീസാണ്. അത് വേറെ, ഒരു അകക്കാമ്പുള്ള ഒരാളല്ല. ഒരു IAS എന്നൊക്കെ പറയുമ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച പദവിയിലെത്തിയ ആളുകളോട് സ്വാഭാവികമായിട്ടും നമുക്കൊരു ആദരവൊക്കെ ഉണ്ടാകേണ്ടതാണ്. ഇത് മണ്ടത്തരത്തിനാണോ IAS കിട്ടിയതെന്ന് അറിയില്ല, അതോ കോപ്പി അടിച്ചാണോ IAS ആയതെന്ന് അറിയില്ല. ഇത്തരക്കാർക്കൊക്കെ വില കൊടുത്ത് IAS വാങ്ങിക്കാൻ പറ്റുമോ? ഇപ്പോ യേശു കറുത്തവനാണ്, യേശു സ്ത്രീയാണ്, യേശു കള്ളുകുടിയനാണ്, യേശു അയർലൻഡുകാരനാണ്, എല്ലാം തത്തുല്യവാദം എന്നാണ് പറയുന്നത്. ഇരിക്കട്ടെ, ഈ കവിത കേട്ട് കോരിത്തരിച്ചു പോയ ഇവരുടെ ഭാവനയിൽ, ഇവരുടെ ക്രിയേറ്റിവിറ്റിയിൽ രോമാഞ്ചവും തൊലിയാഞ്ചവും ഒക്കെ വന്ന ആളുകളുണ്ട്. അല്ല, കറുത്തവർഗക്കാര് മോശക്കാരാണ്. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അത്രമാത്രം താഴേക്കിടയിലുള്ളവരാണോ? മഹാകോപ്പിയത്രിയ ആള്. ഓ, യേശുവിനെ കുറിച്ച് ഇത്രയധികം അറിവുള്ള ഇവർക്ക് ശരിക്കു പറഞ്ഞാൽ തിയോളജിയില് എന്തെങ്കിലും ഒരു ഡോക്ടറേറ്റോ ഒരു പദവിയോ ഒക്കെ നൽകേണ്ടതാണ്. നിൽക്കട്ടെ, ഈ കവിത സിലബസിൽ ഉൾപ്പെടുത്തണം എന്നും അപേക്ഷിക്കണം. വേടനെ കുറിച്ചൊക്കെ കുട്ടികൾ പഠിച്ചില്ലേ? അതുപോലെ കുട്ടികൾ പഠിക്കട്ടെ യേശുവിനെ കുറിച്ച്. നമ്മുടെ ഒരു കളക്ടർ എഴുതിയ കവിതയല്ലേ? എന്നിട്ട് ഇവർക്ക് മഹാകോപ്പിയടി പുരസ്കാരം നൽകി ഭവതിയെ ആദരിക്കും. ഇവര് രസകരമായ വസ്തുത, ഇവര് വിചാരിച്ചു ഒരിക്കലും കണ്ടുപിടിക്കില്ല എന്ന്. ഇവര് ഡോക്ടർ ക്രിസ്റ്റീന റിസോട്ടോ, അവര് യേശുവിനെ കുറിച്ച് എഴുതിയ കുറച്ച് വാചകങ്ങള് ഇവര് പാട്ടുപോലെ പാടിയതാണ്, കവിത പോലെ, രാമായണം പോലെയൊക്കെ ഇവരൊന്ന് വായിക്കാൻ ശ്രമിച്ചതാണ്. അവരുടെ കവിതയിലെ എല്ലാ വാക്കുകളും വാക്യങ്ങളും ഡോക്ടർ ക്രിസ്റ്റീന റിസോട്ടോയുടെ കവിതയിലെ കോപ്പിയടിയ. 2021 ജൂലൈ 6-ാം തീയതിയാണ് ഡോക്ടർ ക്രിസ്റ്റീന റിസോട്ടോ അവരുടെ ആ ഒരു കോട്ട് അവർ എഴുതുക ചെയ്തത്, നീളത്തിൽ എഴുതുക ചെയ്ത് അവരുടെ അഭിപ്രായം പ്രസിദ്ധീകരിച്ചു. ദിവ്യ മേഡം ക്രിസ്റ്റീനയുടെ കവിതയിലെ മൊത്തം അങ്ങനെ ചൂണ്ടി ഇങ്ങനെ എടുത്തു, കോപ്പി അടിച്ച് ഇങ്ങനെ എടുത്തു.
ഒറിജിനൽ വരികൾ ഇവിടെയുണ്ട്. സോഷ്യൽ മീഡിയ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒറിജിനൽ വരികൾ ഇവിടെ. അപ്പോ കോപ്പിയടിക്ക് പേരുകേട്ട മേടമാണ് എന്ന് അവര് തെളിയിച്ചതാണ്. അന്ന് തന്നെ ഇവരെത്രയേ ഉള്ളൂ എന്ന് ഏതാണ്ട് എല്ലാ ആളുകൾക്കും മനസ്സിലായതാണ്. കാരണം ഇപ്പോ ഇവര് ജിഹാദുമായിട്ട് വന്നിട്ടുണ്ടല്ലോ. ജിഹാദിന്റെ അർത്ഥം സമരനിരതരമായിട്ടുള്ള ജീവിതം അല്ലെ? ശരി. അന്യനെ നശിപ്പിക്കുക, തീവ്രപക്ഷത്ത് ചേരുക, ഇതൊന്നുമല്ല ജിഹാദ് എന്ന് പറഞ്ഞ് ഖുർആൻ തന്നെ മാറ്റി തിരുത്തി എഴുതാനുള്ള ഒരു അപകടകരമായ ആശയവുമായിട്ടാണ് ഇവര് രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവര് മുമ്പ് പറഞ്ഞ ഈ ഒരു കവിതയും കൂടി എടുത്തിട്ടത്. അതായത് കോപ്പിയടി. ഈ ജിഹാദിനെ കുറിച്ച് ഖുർആനിന്റെ ആശയ വായനക്കാരെന്നും പറഞ്ഞൊരു വിഭാഗമുണ്ട്. ഖുർആനിന്റെ അകംപൊരുൾ, അതായത് ഖുർആനിൽ പറഞ്ഞ ദാർ വീടല്ല, ഖുർആനിൽ പറഞ്ഞ മയ്യത്ത് മയ്യത്തല്ല, ഖുർആനിൽ പറഞ്ഞ ജിബിരിയിലല്ല, ഖുർആനിൽ പറഞ്ഞ മുഹമ്മദ് അല്ല എന്ന് പറഞ്ഞു. ഇത് പേനയാണ്, പക്ഷേ ഇത് പേനയല്ല. ആശയപരമായി വായിക്കുമ്പോൾ ഇതിനെ നമുക്ക് നിലപാട് എന്ന് പറയാം. എങ്ങനെയുണ്ട്? ഇതൊരു റിമോട്ടാ. ശരിക്കു പറഞ്ഞാൽ ഇത് റിമോട്ട് അല്ല, ഇതൊരു അലമാരയാണ് എന്ന് പറഞ്ഞാൽ അതും അംഗീകരിക്കണം. അങ്ങനെ എല്ലാം ചക്കിന് ചുക്ക് ചുക്കിന് ചക്ക് എന്ന് പറയുന്ന ഒരു ഖുർആനിക വായനക്കാർ ഇന്ന് നിലവിലുണ്ട്. അവര് പറഞ്ഞ ഖുർആനിന്റെ അകം പൊരുൾ അതങ്ങനെ തന്നെ കോപ്പി അടിച്ചെടുത്തിട്ടാണ് ഇവര് വലിയ രൂപത്തിൽ തൻ്റെതായ രൂപത്തിൽ ഒരു പ്രസംഗമൊക്കെ കാഴ്ചവെച്ചിരിക്കുന്നത്. അല്ലാതെ ഇവരുടേതായിട്ടുള്ള രൂപത്തിൽ എന്തെങ്കിലും ഒരു കണ്ടെത്തലുകളോ ഒരു പഠനമോ ഒരു പരന്ന വായനയോ അറിവോ ഒന്നുമല്ല ഈ ലേഡി ഇവിടെ പങ്കുവച്ചിരിക്കുന്നത്. തുടക്കം തന്നെ ഞാൻ അതൊന്ന് പറയട്ടെ. കാരണം എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്, എന്തുകൊണ്ടാണ് ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നത് എന്ന് നിങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇവർക്ക് ഈ ജിഹാദിനെ കുറിച്ച് യാതൊരു ഐഡിയയും. ഇവർക്ക് ഖുർആനും അറിയില്ല, ഇസ്ലാമിനെ കുറിച്ചും അറിയില്ല, ഹദീസിനെ കുറിച്ചും അറിയില്ല. ഇസ്ലാമിലെ ജിഹാദിന്റെ വള്ളിയും പുള്ളിയും വളഞ്ഞിട്ടോ തിരിഞ്ഞിട്ടോ എന്ന് പോലും ഈ ലേഡിക്ക് അറിയില്ല. അതല്ലെങ്കിൽ ഇവർ വരട്ടെ, ഡിബേറ്റിന് നമ്മൾ തയ്യാറല്ലേ. പിന്നെ നമ്മളോളം ഇല്ലാത്തവരെ ഡിബേറ്റിനൊന്നും വെല്ലുവിളിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ക്ഷണിക്കാത്തത്. ഒരു ex-MLA ഉണ്ട്, നിങ്ങൾക്കറിയാം, KS ശബരിനാഥ്. അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിൽ കവടിയാർ സ്ഥാനാർത്ഥിയായിട്ട് നിൽപ്പുണ്ട്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. കാര്യം നിങ്ങൾക്ക് ഏകദേശം ഇപ്പൊ ഒന്ന് അടുത്ത് വരുന്നില്ലേ? കവടിയാർ. അപ്പോ കവടിയാർ ഏകദേശം തിരുവനന്തപുരം ജില്ല നമുക്കറിയാമല്ലോ. വെള്ളയമ്പലം, കവടിയാറ്, പേരൂർക്കട, വഴയില, സ്റ്റാച്ചു എല്ലാം മുസ്ലിം ലൊക്കാലിറ്റിയാണ്. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്താണ് ആള് നിൽക്കുന്നത്. അപ്പോ ആള് നോക്കിയപ്പോൾ ഒരു 18-ാം അടവെടുത്ത് അങ്ങോട്ട് പുറത്തിട്ടു. കെട്ടിയോനെ ജയിപ്പിക്കണ്ടേ? അതിന് ആരുടെ എന്ത് താങ്ങിയിട്ടാണെങ്കിലും ശരി, കെട്ടിയോനെ ജയിപ്പിക്കാൻ കെട്ടിയോള് ശ്രമിക്കണ്ടേ? തന്റെ പദവി ഉപയോഗപ്പെടുത്തി, തന്റെ പേരും പ്രശസ്തിയും ഉപയോഗപ്പെടുത്തി അതിന്റെ എക്സ്ട്രീം ലെവൽ വരെ പോകാൻ ഇവരിറങ്ങി തിരിച്ചു. അപ്പൊ മുസ്ലിം വോട്ടർമാരെ പ്രീണിപ്പിച്ചുകൊണ്ടുള്ള ഒരു താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഇയാളുടെ ഭാര്യ സാംസ്കാരിക വകുപ്പ് ഡയറക്ടറാണ് ഇവരിപ്പോൾ നിലവിൽ, ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS. ഇവര് നടത്തിയ ജിഹാദിനെ വെള്ളപൂശിക്കൊണ്ടുള്ള ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ ആരോ എഴുതി കൊടുത്ത കുറച്ച് വസ്തുതകള് ഇവര് വാചാലമായി പറയുന്നു. കാരണം എല്ലാവർക്കും, ഇവർക്ക് ഒരു പക്ഷേ ഇവർക്ക് എഴുതി കൊടുത്ത ആളുകൾക്കും മനസ്സിലായി ഇത് ചാടിക്കളിക്കടാ കുഞ്ഞിരാമ എന്ന് പറഞ്ഞാൽ ചാടും, ആടിക്കളിക്കടാ കുഞ്ഞിരാമ എന്ന് പറഞ്ഞാൽ ആടും, ഒന്ന് മുട്ടിലെഴയടാന്ന് പറഞ്ഞാൽ മുട്ടിലെഴയും. അങ്ങനത്തെ ഒരാളാണെന്നും അകക്കാമ്പില്ലെന്നും മനസ്സിലായപ്പോൾ ആൾക്കാരെ പിടിക്കാനും
വൈറലാകാനും സമൂഹ മാധ്യമങ്ങളിൽ ഒന്ന് നിറഞ്ഞു നിൽക്കാനും ഒന്ന് തീരുമാനിച്ചു. ചിലപ്പോൾ ഭാര്യയും ഭർത്താവും അറിഞ്ഞുകൊണ്ട് തന്നെയായി. ഖുർആനില് 41 തവണ പരാമർശിച്ചിട്ടുള്ള ഈ വാക്കിന് നിരന്തരമായിട്ടുള്ള പരിശ്രമമെന്നും സ്വന്തം ദുരാഗ്രഹങ്ങളോടുള്ള പോരാട്ടമെന്നുമാണ് അർത്ഥമെന്നും അതല്ലാതെ അന്യനെ നശിപ്പിക്കലല്ല എന്നുമാണ് ഇവർ പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഖുർആനിന്റെ അകംപൊരുൾ എന്ന് പറഞ്ഞിട്ട് ലോകത്തില്ലാത്ത, ഡിക്ഷണറിയിലില്ലാത്ത അർത്ഥങ്ങൾ പറഞ്ഞ് ഖുർആനിനെ വളച്ചൊടിച്ചു വായിക്കുന്ന ആശയ വായനക്കാരുടെ അതേ അഭിപ്രായമാണ് ഇപ്പോൾ ഇവര് തുറന്നു പറഞ്ഞിരിക്കുന്നത്. സ്വന്തമായിട്ടൊന്നുമില്ലല്ലോ, യേശുവിൻ്റെതും തപ്പിക്കോപ്പി എടുത്തതല്ലേ. ജിഹാദ് എന്ന വാക്കിനർത്ഥം സമര നിരതമായിട്ടുള്ള ജീവിതം എന്നാണ് ഇവരിപ്പോ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ പറയേണ്ടു. എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. അറിയാത്ത കാര്യങ്ങൾക്ക് ഭയങ്കര അവഗാഹമുണ്ടെന്ന് പറഞ്ഞ് നീട്ടിയും പരത്തിയും പറയുന്ന ആളുകളുണ്ട്. അത് കൂട്ടത്തിലൊന്നായത് ഖുർആനിന്റെ അകം പൊരുൾ. അതെ, അത് വായിച്ചിട്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ജിഹാദ് എന്ന വാക്ക് ലോകമെമ്പാടും പല സന്ദർഭങ്ങളിൽ ഉപയോഗിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. അറബി ഭാഷയിൽ ഇതിന്റെ അർത്ഥം ഖുർആനിൽ ജിഹാദ് എന്ന് 41 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു. ആ വാക്കിന്റെ ശരിയായ അർത്ഥവും ഉപയോഗവും ഒക്കെ ഈ പുസ്തകം വായിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. അത് കെട്ടിയോനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മലക്കം മറിച്ചിലല്ല, നിരന്തരമായ പരിശ്രമം, യാതന, ത്യാഗമേ, അതൊക്കെയാണ് അത്രേ. അന്യനെ നശിപ്പിക്കുക, തീവ്ര പക്ഷത്തേക്ക് ചേരുക, ഇതൊന്നും അല്ല. ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ തന്റെ അനുയായികളോട് പറയുമ്പോഴാണ് ജിഹാദ് എന്ന പദം ഉപയോഗിച്ചതെന്നാണ് ഇവർ പറഞ്ഞത്. ബദർ യുദ്ധത്തിന് ശേഷം സ്വന്തം ഇച്ഛകളോടും ദേഹത്തോടുമാണ് നമ്മുടെ യുദ്ധം എന്ന് പ്രവാചകൻ അനുയായികളോട് പറഞ്ഞു. ഒരു തെളിവും എവിടെയും കാണിച്ചു തരാൻ ഇവർക്ക് സാധിക്കും. അറ്റ്ലീസ്റ്റ് ഒരു ഹദീസ്, ഒരു ഖുർആൻ വ്യാഖ്യാനമെങ്കിലും കാണിച്ചു തരാൻ ഇവർക്ക് കഴിയില്ല. അപ്പോ ഇവർക്കറിയാത്ത ഒരു വിഷയത്തെക്കുറിച്ച് ഇവർക്ക് അവഗാഹമുണ്ട് എന്നുള്ള രൂപത്തിൽ ഇവർ പറഞ്ഞ് ഒന്ന് ആളാകാൻ ശ്രമിച്ചതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് മുസ്ലിങ്ങളുടെ ഒരു ടേസ്റ്റ് എന്താണ് എന്ന് വളരെ നന്നായിട്ട് അറിയാം. വളരെ നല്ലതുപോലെ രാഷ്ട്രീയമറിഞ്ഞ്, മുസ്ലിങ്ങളുടെ ഒരു രീതി അറിഞ്ഞ്, അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്താണ് എന്ന് മനസ്സിലാക്കിയാണ് ഇവർ ഈ അജണ്ടകളുമായിട്ട് വന്നിട്ടുള്ളത്. ഇത് എക്സ്ട്രീം ലെവലിലുള്ള മുസ്ലിം പ്രീണനമാണ് എന്ന് ആർക്കറിയാത്തത്? അപ്പോ കർമ്മനിരതമായിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതം തന്നെ ത്യാഗം ചെയ്യലാണ് എന്നാണ് ആള് പറയുന്നത്. ശരിക്കും എന്താണ് ജിഹാദ്? സ്വാഭാവികമായിട്ടും ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്ന ജിഹാദ് എന്താണ് എന്ന് നമ്മൾ അറിയണ്ടേ. പല രൂപത്തിലുള്ള ജിഹാദുകളെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യാറില്ലേ. ഒരുപാട് ജിഹാദുകളെ കുറിച്ച് നമുക്കറിയാമല്ലോ, നമ്മൾ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. നമുക്കതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടൊരു ധാരണയുണ്ട്. ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്ന ജിഹാദ് എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഇയാളെ കാണിച്ച ഭയങ്കര പണ്ഡിതനാ, ഭയങ്കര പണ്ഡിതൻ, മദനി. ഭയങ്കര ഇമ്മണി വലിയ പുരോഹിതനാണ് ആള് ഈ ജിഹാദിനെ കുറിച്ച് വളരെ വ്യക്തമായി നമ്മള് ഖുർആൻ പഠിച്ചവരിൽ നിന്ന്, അല്ലെ, ഇതിനെക്കുറിച്ച് അറിയുന്നവരിൽ നിന്നാണ് നമ്മൾ അറിവുകൾ സ്വീകരിക്കേണ്ടത്. അല്പജ്ഞാനി ആളെ കൊല്ലുമെന്ന് പറയാറില്ലേ, മുറിവൈദ്യൻ ആളെ കൊല്ലുമെന്ന്. അതുപോലെ അല്പജ്ഞാനി ലോകം നശിപ്പിക്കും. ഇയാള് ജമിയത്തുൽ ഉലമായി ഹിന്ദിന്റെ ദേശീയ അധ്യക്ഷനാണ്, മൗലാന മഹ്മൂദ് മദനി. ഇയാള് ജിഹാദിനെ കുറിച്ചൊരു പ്രസംഗം നടത്തി. തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് അയാൾ ആ പ്രസംഗം പങ്കുവച്ചത്. ഇന്ന് മാധ്യമങ്ങളും സർക്കാരുമൊക്കെ ജിഹാദ് എന്ന പവിത്രമായ പദത്തെ തെറ്റായ രീതിയിലാണ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്നാണ് മദനി പറയുന്നത്. ലവ് ജിഹാദ്
പിന്നെ നാർക്കോട്ടിക് ജിഹാദ്, ലാൻഡ് ജിഹാദ്, ഹലാൽ ജിഹാദ്, അങ്ങനെ ഒരുപാട് ജിഹാദുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധർമ്മസമരം. ആ ധർമ്മം എന്താണ്? അവര് തീരുമാനിക്കും. നമ്മുടെ കോൺസെപ്റ്റിലെ ധർമ്മമല്ല ഇസ്ലാമിന്റെ ധർമ്മം. അയാൾ പറയാണ്, അതായത് അടിച്ചമർത്തൽ ഉണ്ടാകുമ്പോഴെല്ലാം ജിഹാദ് ഉണ്ടാകും. മദനി അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറഞ്ഞതാ, ഞങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ പോരാടും, ഞങ്ങൾ പൊരുതും, ഞങ്ങൾ യുദ്ധം ചെയ്യും. ഇന്ത്യ പോലെ ഒരു മതേതര രാജ്യത്ത് ഒരു ജനാധിപത്യ സർക്കാർ നിലനിൽക്കുന്നിടത്ത് ജിഹാദ് അനിവാര്യമാണെന്ന് അയാൾ പറഞ്ഞു. മുസ്ലിം ഭരണഘടനയ്ക്ക് വേണ്ടി അതിനോടുള്ള കൂറും വിധേയത്വവുമാണ് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത്. മുസ്ലിം പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ജിഹാദ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ദിവ്യ പറഞ്ഞതാണോ ജിഹാദ്? ഇസ്ലാമിക ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്നിടത്തോളം കാലം മാത്രമേ സുപ്രീം കോടതിക്ക് പരമോന്നത പദവി ലഭിക്കൂ എന്ന് ഓർക്കണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുവാണ്. ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ നഗ്നമായി ലംഘിക്കുന്ന നിരവധി കോടതി വിധികൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അതിനെതിരെ പോരാടുമെന്നാ പറഞ്ഞത്. 1991 ആരാധനാ നിയമം ഉണ്ടായിട്ടും ഗ്യാൻവാപ്പിയും മറ്റ് കേസുകളും ഒക്കെ ഉദാഹരണങ്ങളാണ് എന്നും അയാൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജനസംഖ്യയുടെ 10% ആളുകൾ നിലവിൽ മുസ്ലിങ്ങളെ അനുകൂലിക്കുന്നുണ്ടെന്നും 30% ആളുകൾ മുസ്ലിങ്ങൾക്ക് എതിരാണെന്നും 60% ആളുകൾ നിശബ്ദരാണെന്നും മദനി എണ്ണി എണ്ണി പറയുവാണ്. അപ്പോ ഖുർആനിനെ കുറിച്ച് പഠിച്ചവരാണോ ഇതിൽ അഭിപ്രായം പറയേണ്ടത്? നിലവിലുള്ള അഭിപ്രായം നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. നിലവിലുള്ള ഏതെങ്കിലും മതപരമായിട്ടുള്ള ഡിക്ഷണറികൾ, മൻഹല്, മുൻജിദ് എന്നൊക്കെ പറയുന്ന ചില ഡിക്ഷണറികൾ, നമ്മുടെ രാമലിംഗത്തിന്റെ ഡിക്ഷണറി പോലെ, അതിനകത്തുള്ള അർത്ഥമല്ലേ അറബി അർത്ഥം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇദ്ദേഹം പറയാണ്, ഞങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ജിഹാദ് ചെയ്യും. അപ്പോ എന്താണ് ജിഹാദ്? പോരാട്ടം, സായുധ സമരം. എത്രയൊക്കെ തന്നെ ഇവരതിനെ നനപ്പിക്കാനും കുളിപ്പിക്കാനും വെളുപ്പിക്കാനും ശ്രമിച്ചാലും ശരി, ഇസ്ലാമിലെ ജിഹാദ്, ഖുർആനിലെ ജിഹാദ് എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു അവസരം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഞാൻ ഇനി ഒരാളെ കൂടി കാണിച്ചു. പൂനെയിൽ വെച്ചിട്ട് പൂനെ ATS അറസ്റ്റിലാക്കിയ ഒരാളാണ് സുബൈർ. പ്ലോട്ടിംഗ് ടെറർ ലിങ്ക്സ് വിത്ത് അൽ ഖ്വയ്ദ. ഇയാളെ കണ്ടോ നിങ്ങൾ? ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കോ. നമ്മുടെ സുബൈർ കാക്കയാണ്. ഈ സുബൈർ കാക്കയെ കുറിച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്നും അറിയാനുണ്ട്. നല്ല സമ്പന്ന കുടുംബത്തിലാണ് ഇയാൾ ജനിച്ചത്. ഷോലാപൂര് പോലെ ഒരു പട്ടണത്തില് കുടുംബം ഇന്നുണ്ട്. പഠനത്തില് സ്കൂള് തലം മുതൽ തന്നെ നന്നായി പഠിക്കുന്ന ക്ലാസ്സിലെ ബ്രില്യൻ സ്റ്റുഡന്റ് ആണ്, ഔട്ട്സ്റ്റാൻഡർ ആണ്. അങ്ങനെ എഞ്ചിനീയറിംഗ് ബിരുദത്തിന് ചേർന്നപ്പോൾ തന്നെ അവിടുത്തെ ബഹുമുഖ പ്രതിഭയായിരുന്നു ആള്. കോളേജ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആണ്. മികച്ച സ്ഥാപനത്തിൽ ജോലി കിട്ടി. സോഫ്റ്റ്വെയർ ഡെവലപ്പറായി 7 അക്ക ശമ്പളം വാങ്ങുന്ന ജോലി. പേര് സുബൈർ ഹംഗർഗക്കാർ. സുബൈർ ഹംഗർഗക്കാർ. നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അടിച്ചു നോക്കുക. കഴിഞ്ഞ ദിവസം പൂനെയിൽ വെച്ച് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ഇയാളെ അറസ്റ്റ് ചെയ്തു. അൽ ഖ്വയ്ദയുമായി സഹകരിച്ച് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി സ്ഫോടനം ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അയാൾ. അതിനിടയിലാണ് ഇന്റലിജൻസ് ഇൻപുട്ട് പ്രകാരം ആളെ ATS പോക്കുന്നത്.
അപ്പോ എന്താണ് ഇയാളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ലഘുലേഖകളിൽ മുഴുവനും ജിഹാദിനെ കുറിച്ചാണ് ഉണ്ടായിരുന്നത്. ആളെ പൊട്ടിത്തെറിക്കാൻ വിട്ടില്ല, ജീവനോടെ പൊക്കി. അപ്പോൾ ജിഹാദ് ചെയ്യാൻ എന്റെ ഇസ്ലാം എന്നെ പഠിപ്പിച്ചതാണ്, എന്റെ ഖുർആൻ എന്നെ പഠിപ്പിച്ചതാണ്. മതത്തിനു വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാൻ, അത് തന്നെയാണ് ഖുർആനികപരമായി ജിഹാദ്. എല്ലാ ജിഹാദികളും നീലം വാലി കടന്ന് പാകിസ്ഥാനിൽ നിന്ന് തോക്കും ബോംബും ഒക്കെ ആയിട്ട് വരാറില്ല. അവര് ഇവിടെ ഉണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ ഒപ്പം ഉണ്ട്, നമ്മുടെ തോളിൽ കൈയിട്ടിട്ടുണ്ട്. നാളെ നമ്മുടെ തലയെടുക്കാൻ ശ്രമിക്കും, സംശയമൊന്നുമില്ല. സുബൈർ ഇന്നലെ ആ നാട്ടുകാർക്കൊക്കെ പ്രിയങ്കരനായ ഒരു സാധാരണക്കാരൻ മാത്രമായിരുന്നു. നോക്കുമ്പോൾ ഒരു എഞ്ചിനീയർ. അയാളുടെ കാര്യം നോക്കുന്നു, ഒതുങ്ങി ജീവിക്കുന്നു, പോകുന്നു, പ്രോബ്ലം ഒന്നുമില്ല. അങ്ങനെ ഇന്ന് ഈ സുബൈർ തന്റെ ഇസ്ലാം എന്ന മതത്തിനു വേണ്ടി, അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ആ ഒരു ദൗത്യം നിറവേറ്റുന്നതിനു വേണ്ടി, മുസ്ലിം സമുദായത്തിനു വേണ്ടി രക്തസാക്ഷിയാകാൻ ജിഹാദിനിറങ്ങി തിരിച്ചിരിക്കും. എന്തിനാ? സ്വർഗത്തിലെ കായ്കനികൾ ഭക്ഷിക്കാൻ, ഹൂറികളുടെ മൽഗോവ മാമ്പഴം പോലെ മുഴുത്ത മാറിടം സ്വപ്നം കണ്ടിട്ട്, അള്ളാഹു വളയാത്ത ലിംഗവും വിശപ്പുള്ള യോനിയും ഒക്കെ നൽകും എന്ന് വിശ്വസിച്ചിട്ട് വിവരമുണ്ടോ? വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? എന്നെ അള്ളാഹു ചിതറിത്തെറിക്കുന്നതിനു വേണ്ടി തെരഞ്ഞെടുത്തവനാണ് എന്ന ആളങ്ങോട്ട് വിശ്വസിച്ചു കഴിഞ്ഞു. വിദ്യാഭ്യാസം നേടിയിട്ട് എന്താ കാര്യം? പച്ച പിടിച്ച കുടുംബമായിട്ട് എന്താ കാര്യം? തലയ്ക്കകത്ത് 6-ാം നൂറ്റാണ്ടിലെ ഗോത്രീയതയാണെങ്കിൽ ജാസ്തിയ ഉള്ളത് ഊത്താ മാറത്തില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ലോകത്തിന്റെ ഏത് കോണിൽ ഒരു ചാവേർ ആക്രമണം നടന്നാലും ഇന്ത്യൻ മുസ്ലിങ്ങളിലേക്ക് അന്വേഷണം വരുന്നത്? ഇനിയെങ്കിലും ദിവ്യ പോട്ടെ, അതൊരു അകക്കാമില്ലാത്ത സാധനമാണ്, അതൊരു പാവോളെ പോടാനില്ല. തലയ്ക്കകത്ത് ആള് താമസമുള്ളവരിത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കണം. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ. അല്ലാഹു അക്ബർ എന്ന വിളി ഉറക്കെ കേട്ടാൽ ഉടനെ മനുഷ്യന്മാർ ജീവനും കൊണ്ട് നെട്ടോട്ടം ഓടുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ മതം സമാധാനത്തിന്റെ മതമായതുകൊണ്ടാണോ? നമ്മുടെ മതത്തിന്റെ സമാധാനം കണക്കിലെടുത്തിട്ടാ? ഒരല്പം വിവേചന ബുദ്ധിയോടുകൂടി ഒന്ന് തിരിച്ചറിയണം. ഓരോ വിശ്വാസിയും എന്തുകൊണ്ടാണ് നമ്മളെ കണ്ട് മറ്റുള്ളവർ ഭയക്കുന്നത്? നമ്മുടെ താടിയും തട്ടവും കണ്ടാൽ, നമ്മുടെ അപ്പിക്കുപ്പായവും മുട്ടിന്റെ താഴെയുള്ള ഒറ്റമുണ്ടും കണ്ടാൽ എന്തിനാണ് ആളുകൾ ഭയക്കുന്നത് എന്നൊന്ന് ചിന്തിക്കണം. നമ്മുടെ മതം കാരണമാണോ? അത് തന്നെയാണ്. ഇനി പോട്ടെ, വിദ്യാഭ്യാസമില്ലായ്മയാണോ? ദാരിദ്ര്യമാണോ? സുഖസൗകര്യങ്ങളില്ലായ്മയാണോ? ഇതൊക്കെ ഉള്ളവരല്ലേ കാണിച്ചു കൂട്ടുന്നതല്ല. വൈറ്റ് കോളർ ഭീകരതയൊക്കെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. സമ്പൂർണമായി മതത്തിന് കീഴ്പ്പെട്ടവനായി മാറണം. അള്ളാഹുവിനു വേണ്ടി പൊട്ടിത്തെറിക്കാൻ തയ്യാറാകണം. പണവും വിദ്യാഭ്യാസവും ദാരിദ്ര്യവും ഒന്നും കാരണമല്ല. അങ്ങനെ മതത്തിന് കീഴ്പ്പെട്ട് സമ്പൂർണ്ണ മതരോഗിയായി, മത മനോരോഗിയായി തലച്ചോറിൽ വൈറസും പകർത്തി ആ വൈറസ് സിരകളിലേക്ക് ഇങ്ങനെ ആവാഹിക്കപ്പെടണം. നമ്മളിലേക്ക് അടുക്കുന്നവർക്കെല്ലാം ഈ വൈറസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒരു പകർച്ചവ്യാധി വൈറസ്, മനസ്സിലായോ? ഇതാണ് ഒരു മതമനോരോഗി. എപ്പോഴും അവൻ ഏതു മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതത്തിൽ അഭിരമിച്ച് തന്നെ ആ ലോകത്താണ് അവൻ ജീവിക്കുന്നത്. ഒരിക്കലും ഒരു ഉസ്താദ് പറഞ്ഞു, സ്വന്തം ഭാര്യയെ ഭോഗിക്കുമ്പോൾ പോലും ഒരു മുസ്ലിം പുരുഷൻ ചിന്തിക്കുന്നത് ഇതെന്റെ സ്വർഗത്തിലെ ഹൂറിയാണ്. ചുറ്റുപാടുമായിട്ട് അവർക്ക് ഒരു ബന്ധവും ഉണ്ടാകത്തില്ല.
മാറി മാറി വരുന്ന കാലഘട്ടങ്ങൾക്കനുസൃതമായിട്ടൊന്നും അവൻ മാറുന്നില്ല. മനുഷ്യരുമായിട്ടല്ല അവന്റെ ഇടപഴകൽ. അയാളുടെ ഭ്രമം എപ്പോഴും എന്താണ്? കാൽപ്പനികതകൾക്കനുസരിച്ചിട്ടാണ്. ഒരു വിചിത്ര ജീവിയായിട്ട് അവൻ മാറും. സമൂഹവുമായിട്ട് അവന് ബന്ധമില്ല, കുടുംബവുമായിട്ട് ബന്ധമില്ല, മതവുമായിട്ടാണ് ഇവന്റെ ബന്ധം. ആ മതം ഇവനെ അടിമയാക്കിയിരിക്കുന്നു, ലഹരിയാക്കിയിരിക്കുന്നു. ഒരു വിചിത്ര സ്വഭാവങ്ങൾ കൂടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മറ്റേ അക്യൂപങ്ചർ ചികിത്സ എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ 4ാമത്തെ പ്രസവത്തിൽ പെണ്ണുപിള്ളെ കൊന്നില്ലേ, 5ാമത്തെ പ്രസവത്തിൽ. അവനെ കുറിച്ച് അയൽക്കാരൻ എന്താ പറഞ്ഞത്? ഇവിടെ വാടകയ്ക്ക് താമസിക്കാന്ന് പറഞ്ഞാൽ 2 വർഷമായി. അയൽക്കാരും ഇല്ല, ആരുമായിട്ടും ഒരു ബന്ധവും ഇല്ല, ആരുമായിട്ടും മിണ്ടത്തില്ല. എപ്പോഴും മുറി അടച്ചിട്ട് അതിനകത്ത് നിൽക്കും. മൂത്ത കുട്ടികളെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് ആ സ്ത്രീ ഇടയ്ക്കിറങ്ങി മൊത്തം അപ്പിക്കുപ്പായും ഇട്ടിട്ട് ഒരു വവ്വാല് പോലെയുള്ള ഒരു രൂപ ഇറങ്ങി വരുന്ന കാണാം. കുട്ടിയെ സ്കൂളിൽ കയറ്റി വിടാൻ വേണ്ടിയിട്ട് സ്കൂൾ വണ്ടിയിൽ ആരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതാണ് സ്വഭാവ വൈചിത്ര്യം ഈ മതജീവിയായിട്ടുള്ള മനുഷ്യൻ പ്രകടിപ്പിച്ചുകൊണ്ടേ. ഒക്കെ കുടുംബാംഗങ്ങൾ ക്രമേണ തിരിച്ചടി, പക്ഷെ അവർ പറയില്ല. അതായത് നമ്മുടെ മക്കൾ എങ്ങനെ ജീവിക്കണം, അവരെങ്ങനെ സഞ്ചരിക്കണം, അവരെന്തായിട്ട് മാറണം. എൻ്റെ മക്കൾ കുറെ കഷ്ണങ്ങളായിട്ട് ചിതറിത്തെറിക്കട്ടെ, കുറെ അമുസ്ലിം മനുഷ്യരെ കൂടി ഒന്ന് കൊണ്ടുപോകട്ടെ, അവന് സ്വർഗത്തിലെ ഹൂറികളുടെ മാറിടം, അതാണ് അവന്റെ സ്വപ്നം. വിശപ്പുള്ള യോനി, അതാണ് അവന്റെ സ്വപ്നം. അവന് കുറച്ച് മീനും പൊരിച്ച മീനിന്റെ കരളും കട്ടിത്തേനും ഒക്കെ കിട്ടണം. ഇതിന് തെളിവുണ്ട്. ആരെങ്കിലും പോയിട്ട് ഇതൊക്കെ അനുഭവിച്ചിട്ട് തിരിച്ചു വന്നിട്ട് നിന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ചാവേറായിട്ട് പൊട്ടിത്തെറിച്ച നിനക്കൊക്കെ 72 മാറിടങ്ങൾ അവിടെ ഉണ്ടെന്ന്, 72x2 മാറിടങ്ങൾ അവിടെ ഉണ്ടെന്ന് നിന്നോടൊക്കെ ആരെങ്കിലും പറഞ്ഞു? ഈ 6ാം നൂറ്റാണ്ടിന്റെ ഗോത്രമതത്തിന്റെ അടിസ്ഥാനത്തില് ആരൊക്കെയോ എന്തൊക്കെയോ എഴുതി പിടിപ്പിച്ച ഈ സ്വർഗ കഥകളിൽ വിശ്വസിച്ച് ഈ മതമനോരോഗികളായി ജീവിക്കുമ്പോൾ ഒരു പക്ഷെ മാതാപിതാക്കളും ഇത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം. ഈ മതഗ്രന്ഥങ്ങളും ഈ മതപണ്ഡിതന്മാരും ഒക്കെ ഇതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. മഹല്ല് കമ്മിറ്റികളോ മതവർഗീയ സംഘടനകളോ ഇതിലൊക്കെ പ്രവർത്തിച്ചതിന്റെ പേരിൽ ഏതെങ്കിലും വിശ്വാസി അവരുടെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? കേരള ഹൈക്കോടതി പറഞ്ഞ തീവ്രവാദ സംഘടനകളായ പോപ്പുലർ ഫ്രണ്ട്, SDP ഇതിനകത്ത് പ്രവർത്തിച്ചു നിങ്ങൾ, അതുകൊണ്ട് ഇനി നിങ്ങളെ ഇവിടെ വേണ്ടാന്നേരെല്ലാം പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തിന് സ്വന്തമായിട്ടൊരു സായുധ സേനയുള്ള രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് മതത്തിന്റെ പേരിൽ കുറച്ച് ചെറുപ്പക്കാരൊക്കെ സംഘടിച്ചിട്ട് ഒരു സായുധ സേന, ഒരു എക്സസൈസ് മെക്സവൻ, അതിന്റെ പിന്നിലും ആയുധ പരിവർത്തനമാണ് നടക്കുന്നത്, ആയുധ പരിശീലനം. ഇങ്ങനെ ഒരു ആയുധാഭ്യാസം പഠിക്കേണ്ടതിന്റെ ആവശ്യകത ഈ രാജ്യത്തുണ്ടോ? എന്തിനു വേണ്ടിയാ ഇവര് ആർക്കെതിരെ പ്രയോഗിക്കാനാണ് ഈ ആയുധ വിദ്യാഭ്യാസം പഠിക്കുന്നത്? രാജ്യത്തിന്റെ സുരക്ഷ പ്രധാനമാണ്, സ്വയരക്ഷ പ്രധാനമാണ്. അതിനുവേണ്ടി പഠിക്കേണ്ടുന്ന ഒരു അഭ്യാസമാണോ ആയുധാഭ്യാസം? ഇത്തരം സമാന്തരമായിട്ടൊരു രീതി ജനാധിപത്യ രാജ്യത്തിന് ആവശ്യമുണ്ടോ? ഇതിന് ആരാധനാ സംബന്ധമായിട്ട് കുറെ കമ്മിറ്റിക്കാരുണ്ടല്ലോ, അവരൊക്കെയാണ് ഇതൊക്കെ നിർത്തലാക്കേണ്ടത്. മതപ്രചാരണം മാത്രം ഉദരപൂരണത്തിനു വേണ്ടി മതപണ്ഡിതന്മാർ എടുത്തു പിടിക്കുന്നു. ഇപ്പോൾ അത് അധികാര കസേരകൾക്ക് വേണ്ടിയും മതം എടുത്ത് പ്രയോഗിച്ചു തുടങ്ങി. ചെറുപ്പക്കാരായ യുവാക്കളെ രാജ്യത്തെ ഡോക്ടറും എഞ്ചിനീയറും കളക്ടറും ഒക്കെ ആകേണ്ടതിന് പകരം അവരെ ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിക്കാൻ പ്രേരിപ്പിക്കുന്ന രൂപത്തിൽ ജിഹാദികളാക്കി മാറ്റുന്ന ഇവരെ ഒരു കാരണവശാലും ഈ സമൂഹത്തിൽ വച്ച് വാഴിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ശുദ്ധമായിട്ടുള്ള ഈ തെമ്മാടിത്തരവും ജിഹാദിസവും ഈ പൊട്ടിത്തെറിക്കാനുള്ള ആശയവും ഒക്കെ പറഞ്ഞു നടക്കുന്ന ആളുകളെ ഒരടി അകലത്തിൽ നിർത്തിക്കാം. മുസ്ലിങ്ങൾ ഓണം ആഘോഷിക്കരുത്, ക്രിസ്മസ് ആഘോഷിക്കരുത്, ക്രിസ്മസ് കേക്ക് മുറിക്കരുത്, ഗർഭിണി മുസ്ലിം ഗൈനക്കോളജിസ്റ്റിനെ തന്നെ കാണണം, പ്രസവ പലകയിൽ നിൽക്കുമ്പോഴും ഭർത്താവിനെ അവൾ വഴങ്ങിക്കൊടുക്കണം, വാക്സിൻ എടുക്കരുത്, ആൺ ഡോക്ടർ നോക്കരുത്, മിക്സ് ചെയ്തിട്ടുള്ള പഠനം നമുക്ക് വേണ്ട, ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് പഠിക്കരുത്, ആണ് പെണ്ണിന്റെ വേഷമിടരുത്, പെണ്ണാണിന്റെ വേഷമിടരുത്. ഇങ്ങനെയുള്ള പുതിയ ഹോർമോൺ അധ്യാപകരെ, ഹോർമോൺ പണ്ഡിതന്മാരെ ഒന്ന് അകറ്റി നിർത്തിയാൽ. അതുപോലെ അപ്പിക്കുപ്പായം വേണം, എല്ലാ സ്ഥാപനങ്ങളിലും നിസ്കരിക്കാൻ സ്ഥലം വേണം, എല്ലാ സ്ഥാപനങ്ങളിലും ഒരു യൂണിഫോമിറ്റി ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾക്കത് പറ്റില്ല. ആ സ്ഥാപനത്തെ തന്നെ പൂട്ടിക്കാൻ വേണ്ടിയിട്ട് നിലപാടുകൾ എടുക്കുക. രാജ്യാതിർത്തികളിലെ മതപഠനശാലകൾ പൂർണ്ണമായും സർക്കാർ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചെറുപ്പക്കാരെ ലിംഗഭേദമന്യേ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ യുവാക്കളുടെ ബഹുസ്വര സമൂഹ കൂട്ടായ്മകൾക്ക് വാർഡ് തരത്തിൽ തന്നെ രൂപപ്പെടുത്തലുകൾ വേണം. അസം ചെയ്യുന്നത് പോലെ, UP ചെയ്യുന്നത് പോലെ, ഉത്തരാഖണ്ഡ് ചെയ്യുന്നത് പോലെ. ഇതുപോലെ തീവ്രമായി ചിന്തിക്കുന്ന ആളുകളെ നിരീക്ഷിക്കാൻ സംവിധാനങ്ങൾ ഉണ്ടാകണം.
എല്ലാ സംസ്ഥാനത്തിലും ഇതൊക്കെ നിലവിൽ വരുന്ന ഒരു കാലഘട്ടത്തിന് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്നാൽ മാത്രമേ മറ്റുള്ളവർക്ക് സുരക്ഷ കിട്ടൂ. ഈ മതപുസ്തകമാണ് പ്രശ്നമെങ്കിൽ, അത് ഒരു ബഹുസ്വര സമൂഹത്തിന് വിരുദ്ധമായിട്ടുള്ള വചനങ്ങൾ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യണം, അത് നിർത്തലാക്കണം. മതപഠനശാലകളിൽ എന്ത് പഠിപ്പിക്കണം, ആര് പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം എന്ന് സർക്കാർ നിർബന്ധമായ രൂപത്തിൽ നടപ്പിൽ വരുത്തേണ്ടുന്ന ചില രീതികളുണ്ട്. മതകാര്യത്തിൽ മതേതര ഇന്ത്യ ചൈനയുടെ മാതൃക എടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. രാജ്യം തീവ്രവാദ മുക്തമാകണമെങ്കിൽ, ഈ ഭീകരന്മാരെ ഒതുക്കണമെങ്കിൽ, ഒരു ഇന്ത്യൻ പൗര എന്നുള്ള നിലയ്ക്ക് എന്റെ പരിമിതമായിട്ടുള്ള അറിവിൽ നിന്നും അനുഭവത്തിൽ നിന്നും തോന്നുവാനൊക്കെ, നിങ്ങൾക്ക് അനുകൂലിക്കാം, പ്രതികൂലിക്കാം, പക്ഷേ ഇത്തരം പൊട്ടിത്തെറിക്കാൻ വെമ്പി നിൽക്കുന്ന ചാവേറുകൾ, ഇല്ലാത്ത സ്വർഗത്തിന്റെ പേരും പറഞ്ഞ് സമാധാനത്തോടെ ജീവിക്കുന്ന മനുഷ്യനെ കൂടി കൊല്ലുന്ന ഇത്തരം ആളുകളുടെ വർഗീയ കലാപങ്ങളൊക്കെ ഇല്ലാത്ത സ്വസ്ഥമായ ഒരു ഭാരതം ഉണ്ടാകണമെങ്കിൽ ഇതിനെയൊക്കെ അമർച്ച ചെയ്യാനുള്ള നിയമങ്ങൾ വേണ്ടേ? ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കുമെന്ന് പറയുന്നത് പോലെ ഇത്തരം നടപടികൾ നമ്മുടെ രാജ്യത്ത് വരേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിട്ടുണ്ട്. മതങ്ങളെ ശകാരിച്ചതുകൊണ്ടോ വിമർശിച്ചതുകൊണ്ടോ നമ്മളൊരു കവിത എഴുതി, അതല്ലെങ്കിൽ നമ്മളൊന്ന് പ്രസംഗിച്ചു, നമ്മളൊരു കോട്ട് എഴുതി, ഒരു സിനിമ ചെയ്തു, ഇതുകൊണ്ടൊന്നും നമ്മുടെ രാജ്യത്ത് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. മറിച്ച് ഇതിനൊക്കെ ശക്തമായിട്ടുള്ള നിയമനിർമ്മാണങ്ങളില്ലാതെ ഇതിനെയൊന്നും അമർച്ച ചെയ്യലും സാധ്യമല്ല. ഇവരുടെ ഈ ബോംബ് കളി നിർത്തണം. കാലിന്റെ ഇടയിൽ വെച്ചിട്ട് സ്ഫോടക വസ്തുക്കൾ വെച്ചിട്ട് പൊട്ടിത്തെറിക്കുന്ന രീതി അവസാനിക്കണം. ഇവരുടെ ഈ ബോംബും കത്തിയും വടിവാളും ഒക്കെ ഇവരെ വേറെ എവിടെയെങ്കിലും ഒക്കെ ചെലവാക്കിക്കോട്ടെ, പാകിസ്ഥാനിലേക്കോ അഫ്ഗാനിലോ ഒക്കെ. നമ്മുടെ രാജ്യത്ത് ഇത് പറ്റില്ല എന്നുള്ള ഒരു രീതി വരണം. എന്നാൽ മാത്രമാണ് വ്യത്യസ്തമായ ജിഹാദുകളിൽ നിന്നും നമുക്ക് ഒരു മോചനം ഉണ്ടാകും. ഞാനിനിയും എന്താണ് ജിഹാദ് എന്ന് വളരെ കൃത്യമായിട്ട് നമ്മുടെ ഷാരോൺ സാപ്പിയൻ അവൻ പറയുന്നുണ്ട്. ഞാൻ കേൾപ്പിച്ചു. ഇന്ന് കേരളത്തിലെ ഒരു ഇസ്ലാമിക നമസ്കാരം, ഇന്ന് ജിഹാദിനെ പറ്റി സംസാരിക്കാമെന്നാണ് കരുതുന്നത്. ഇപ്പൊ ജിഹാദി എന്ന പദം കേൾക്കാത്തതായി നിങ്ങളുടെ ആരും ഉണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ന് കേരളത്തിലെ ഒരു ഇസ്ലാമിക പണ്ഡിതന്റെ അടുത്ത് പോയി, ഉസ്താദ് ജിഹാദി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് ചോദിച്ചാല് ഒരു 1.5 കിലോമീറ്റർ നീളമുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും. അതൊരു വ്യക്തി ആത്മസംസ്കരണം നടത്തുന്നതാണ്. അയാള് തന്റെ മനസ്സിലെ തിന്മകളെ നന്മകളെ കൊണ്ട് മറികടക്കുന്ന ഒരു പ്രക്രിയയാണ് മോനെ എന്നൊക്കെ അവർ പറഞ്ഞിരിക്കും. എന്നാൽ ഈ ഗീർവാണ പ്രസംഗങ്ങളൊന്നും കേൾക്കേണ്ട കാര്യമില്ല. സത്യത്തിൽ ജിഹാദ് എന്താണ് എന്ന് അറിയണമെങ്കിൽ ഖുർആൻ എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. ഖുർആനിൽ 3-ാമത്തെ സൂറത്ത് ആലി ഇമ്രാനിൽ 195-ാമത്തെ വാചകത്തിൽ അള്ളാഹു വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ജിഹാദ് എന്താണ് എന്ന്. എന്താണ് ജിഹാദ്? അള്ളാഹുവിന്റെ നാമത്തിൽ സ്വഭവനങ്ങളും സ്വദേശങ്ങളും വെടിയണം, മർദ്ദിക്കപ്പെടണം, യുദ്ധം ചെയ്യണം, കൊല്ലപ്പെടണം. അങ്ങനെയെങ്കിൽ കീഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന ആരാമങ്ങളുള്ള സ്വർഗം നിങ്ങൾക്ക് തരും എന്ന് അള്ളാഹു വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ ജിഹാദി. അപ്പൊ ഇത് നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് ജിഹാദികൾ സിറിയയിലേക്കും യമനിലേക്കും ഒക്കെ ആട് വയ്ക്കാൻ പോകുന്നതും കശ്മീരിൽ പോയി പൊട്ടിത്തെറിക്കുന്നതും ഒക്കെ. പക്ഷെ ഇത്തരം ജിഹാദികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. റിസ്ക് കുറച്ച് കൂടുതലാണ്. ഇറച്ചിമൽ മണ്ണ് വെട്ടാനുള്ള സാധ്യത ഉണ്ട്. അഫ്ഗാനിസ്ഥാനിൽ പോയി ജിഹാദ് നടത്തുമ്പോൾ നോക്കണം, ചിലപ്പോൾ അമേരിക്കയുടെ ബോംബ് തലപ്പ് വീഴും. കശ്മീരിൽ പോയി ജിഹാദ് നടത്തുമ്പോൾ നോക്കണം, ചിലപ്പോൾ രാവിലെ നേരം വെളുക്കുമ്പോൾ എന്നെ വീട്ടിൽ കയറി വരുന്നുണ്ടാവും. അങ്ങനെ പല റിസ്കുകളും ഉണ്ട്. അപ്പൊ ഈ റിസ്കുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ധാരാളം ജിഹാദുകൾ നമ്മുടെ ന്യൂ ജനറേഷൻ ജിഹാദുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന് ദുബായിൽ ഇരുന്നു കൊണ്ട് മതവിമർശനം നടത്തുന്ന ഒരു മനുഷ്യന്റെ പേരിൽ ദുബായ് പോലീസിന് കംപ്ലൈന്റ് കൊടുക്കാം. സോഷ്യൽ മീഡിയകളിൽ ഇസ്ലാമിനെ വിമർശിക്കുന്നവർ അറിഞ്ഞ വിളിച്ച് ഓടിക്കാം. സോഷ്യൽ മീഡിയകളിൽ ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്ക് സംഘിപ്പട്ടം എടുത്ത് തലമ്പ് വെച്ച് കൊടുക്കാം. അങ്ങനെ പലതും ചെയ്യാം. ഇനി കുറച്ചുകൂടി കൂടിയ തരം ജിഹാദുകൾ വേറുണ്ട്. കടം കൊടുത്ത് മതം മാറ്റൽ ജിഹാദ്, വീട് കെട്ടിക്കൊടുത്ത് മതം മാറ്റൽ ജിഹാദ്, പെൺമക്കളുടെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് മതം മാറ്റൽ ജിഹാദ്, വീട്ടിലെ കരിയും പയറുമായി കൊടുത്ത് മതം മാറ്റൽ ജിഹാദ്. അങ്ങനെ പലതരം ജിഹാദുകളുണ്ട്. ചുരുക്കി പറഞ്ഞാല് 6-ാം നൂറ്റാണ്ടിൽ എഴുതിയ അർത്ഥശൂന്യമായ ഇസ്ലാം എന്ന് പറയുന്ന ഗോത്രകഥയെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന എന്ത് ശ്രമത്തിനെയും ജിഹാദ് എന്ന് വിളിക്കാവുന്നതാണ് ഞാൻ കരുതുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇറ്റ്സ് എ സ്പെക്ട്രം ഓഫ് ജിഹാദസ്.
എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട പ്രയോഗങ്ങളാണ് പണ്ഡിതൻ, പാണ്ഡിത്യം എന്നൊക്കെ ഉള്ളത്. ആരാണ് പണ്ഡിതൻ? ജ്ഞാനം കൈമുതലായുള്ളവരാണ്. എന്താണ് ജ്ഞാനം? ജ്ഞാനം എന്ന് പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ വർഗത്തിന്റെ സാപ്പിയൻ എന്ന് പറയുന്ന മനുഷ്യവർഗത്തിന്റെ ഭൂമിയിലെ നിലനിൽപ്പിന് ആവശ്യമായ സഹായകരമായ ഉപകാരപ്രദമായ അറിവുകളാണ്. അല്ലാതെ 6-ാം നൂറ്റാണ്ടിലോ 7-ാം നൂറ്റാണ്ടിലോ എഴുതിയ ഒരു ഗോത്രകഥ, അർത്ഥശൂന്യമായ ഒരു പൊട്ടക്കഥ വള്ളി പുള്ളി തെറ്റാതെ പഠിച്ച് തലയിലൊരു വെള്ളത്തുണിയും കിട്ടി അല്ലെങ്കിൽ ഒരു തൊപ്പിയും വെച്ച് കുറെ താടിയും വളർത്തി നടക്കുന്നവരൊന്നും പണ്ഡിതനല്ല. അവർക്ക് കൈമുതലായുള്ളത് പാണ്ഡിത്യവുമല്ല. അവരൊക്കെ പണ്ഡിതനെന്ന് വിളിക്കേണ്ടി വരുന്നത് തന്നെയുമല്ല, 6-ാം നൂറ്റാണ്ടിൽ ആരോ എഴുതിയ കുറച്ച് ഗോത്രകഥകൾ കാണാതെ പഠിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ പറയുന്നവനെ എങ്ങനെയാ പണ്ഡിതൻ എന്ന് പറയുക? ട്രെയിൻ കണ്ടുപിടിച്ചവൻ പണ്ഡിതനല്ല, ഇന്ധനം കണ്ടുപിടിച്ചവൻ പണ്ഡിതനല്ല, കരണ്ട് കണ്ടുപിടിച്ചവൻ, ഇന്റർനെറ്റ് കണ്ടുപിടിച്ചവൻ, ഇവരാരും പണ്ഡിതന്മാരല്ല. ആരോ എഴുതിയ പൊട്ടക്കഥകൾ കാണാതെ പഠിച്ച ആളുകളെ പറയുന്ന പേരാണ് പണ്ഡിതൻ. അപ്പോ ജിഹാദിന്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് നമ്മുടെ ദിവ്യശ്രീയെ പഠിപ്പിച്ചല്ലേ പറ്റുള്ളൂ. ഒരു 2-3 തരം ജിഹാദുകളെ കുറിച്ച് എന്നാ പിന്നെ നമുക്കൊന്ന് ഖുർആനിൽ നിന്ന് തന്നെ ഒന്ന് നോക്കാം, അല്ലേ? ആദ്യം ഞാൻ ഒരു ഹദീസ് പറഞ്ഞുതരാം. ഇസ്ലാമിന്റെ പ്രമാണം ഖുർആനും ഹദീസും അല്ലേ? അപ്പൊ അതിൽ നിന്നല്ലേ നമ്മൾ ജിഹാദ് എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇസ്ലാമിലുള്ള ജിഹാദ് ഇബ്നു ഉമർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. നബി പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ ജൂതന്മാരോട് ജിഹാദ് ചെയ്യണം. ജൂതന്മാരോട് ജിഹാദ് ചെയ്യണം. ഓക്കെ. അപ്പോ അവരെ നിങ്ങൾ വധിച്ചു കളയണം. ജിഹാദ് ചെയ്തിട്ട് കൊല്ലണം. അപ്പൊ ഒരു കല്ലു പറയും, മുസ്ലിം, ഇതാ ഒരു ജൂതൻ, വരൂ അവനെ വധിക്കൂ. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന 2921 ഹദീസാണ്. ജൂതനെ കൊല്ലാൻ മരം വിളിച്ചു പറയും. അപ്പൊ ഇതെന്ത് ജിഹാദാ? നമ്മൾ മനസ്സിലാക്കുന്നത് കൊല്ലൽ ജിഹാദ് തന്നെയല്ലേ ഇത്? ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും അവർ ഇസ്ലാം സ്വീകരിക്കുന്നതുവരെ ചങ്ങലക്കിട്ട് പീഡിപ്പിക്കുക. അപ്പോൾ മുസ്ലിങ്ങൾ നരകാഗ്നിയുടെ ശാശ്വതമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും, സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. ഇതാണ് ഇസ്ലാം നിങ്ങൾക്ക് നൽകുന്ന ജിഹാദി ദർശനം. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 4557 ഹദീസ്, 3010 ഹദീസ്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന 2677 ഹദീസും ഇത് തന്നെയാണ്. റിയാദുസ് സ്വാലിഹീൻ റിപ്പോർട്ട് ചെയ്യുന്ന 1839 ഹദീസും ഇത്. ഖുർആനിലെ 9-ാം അധ്യായം 29 വചനം. അങ്ങനെ ഒരു യുദ്ധത്തെ കുറിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. മിഷ്കാത്തുൽ മസാബി എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിലെ 3795 ഹദീസ്. എന്താണ് 9-ാം അധ്യായത്തിന്റെ 29 വചനത്തിൽ അള്ളാഹു നൽകുന്ന ജിഹാദി കൽപ്പന എന്താണ്? ഖുർആനിന് മുമ്പും ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ തള്ളിയിട്ടാണ് പുതിയ ഗ്രന്ഥം വരുന്നത് തന്നെ, ഖുർആൻ അവസാന ഗ്രന്ഥം. അപ്പോ തോറയും ബൈബിളും ഒക്കെ ജൂതന്റെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ ഗ്രന്ഥമാണ് എന്നാണല്ലോ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്, ബൈബിൾ. അപ്പൊ ഖുർആൻ പറയാണ്, വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ, അതായത് ബൈബിള് നൽകപ്പെട്ടവരുടെ കൂട്ടത്തില് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹുവും അവന്റെ ദൂതനും നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ ജിഹാദ് ചെയ്യുക. യുദ്ധം. ഇതെന്ത് യുദ്ധമാ? പോട്ടെ 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 പോട്ടെ, ഇങ്ങനെ ക്ഷമിക്കലാണോ ഇത്? മുസ്ലിങ്ങൾ ജൂതന്മാരോട് യുദ്ധം ചെയ്യുന്നു, മുസ്ലിങ്ങൾ അവരെ കൊല്ലണം. അത് ചെയ്തിട്ടില്ലെങ്കിൽ അവസാന സമയം വരില്ല, ലോകം അവസാനിക്കണ്ടേ? അപ്പൊ ലോകാവസാനത്തിന്റെ അടയാളമായിട്ട് ജൂതന്മാർ പ്രാണരക്ഷാർത്ഥം ഒരു കല്ലിന്റെയോ മരത്തിന്റെയോ ഒക്കെ പുറകിൽ ഒളിക്കും. അപ്പോൾ ആ കല്ലും മരവും ഒക്കെ മുസ്ലിങ്ങളോട് വിളിച്ചു പറയും, ദാ ഇവിടെയുണ്ട്,
എന്റെ പുറകിലുണ്ടൊരു യഹൂദൻ വന്ന് കൊന്നോ. ഖുർആൻ പറയുന്നതാണ് അർക്കത് എന്നാണ് മരത്തിന്റെ പേര് പോലും. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് 2922 ഹദീസ്. യുദ്ധം എന്താണെന്ന് ഏകദേശം മനസ്സിലായില്ലേ, എന്താണ് ജിഹാദ് എന്ന്. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ചത്തു കഴിഞ്ഞിട്ട് അള്ളാഹു ഒന്ന് ഊതുമ്പോ എഴുന്നേറ്റ് വരണം. മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ പർവ്വതം പോലെയുള്ള പാപങ്ങളുമായി വരും. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആ പാപം മൊത്തം ക്രിസ്ത്യാനിയുടെയോ ജൂതന്റെയോ ഒക്കെ തലയിൽ വെക്കുമെന്ന് സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന 2767 ഹദീസാണ്. അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളില് മുസ്ലിമിന് പകരം ഓരോ ക്രിസ്ത്യാനിയെയോ ഓരോ ജൂതനെയോ നരകത്തിലേക്ക് തള്ളും. എന്തിന്? മുസ്ലിങ്ങളുടെ പാപം പൊറുക്കാൻ വേണ്ടി. ചുമ്മാ പഠിച്ചോനെ അറിയാം ഇവരല്ല ചെയ്തതെന്ന്. ഒരു സുഖം, ഒരു മനസുഖം. ഇപ്പോ 9ാം ക്ലാസ്സുകാരെ സ്പെഷ്യൽ ക്ലാസ്സിനെ വിളിച്ചിട്ട് 10ാം ക്ലാസ്സുകാരനെ പുറത്താക്കിയില്ലേ പഠിച്ചോൻ? മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞ് ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. ഇബ്ലീസിനെ പുറത്താക്കി. അതേ രീതി മുസ്ലിങ്ങൾ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും അള്ളാഹു ജൂതന്മാരെ പിടിച്ച് പറക്കി നരകത്തിലേക്ക്. സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന 3ാം വാള്യം ഹദീസ് നമ്പർ 49, ഹദീസ് നമ്പർ 49. 49 A, B, C, D എന്നൊക്കെ ഉണ്ട് കേട്ടോ. ഒരു മുസ്ലിമും മരിക്കില്ല അള്ളാഹു അവന്റെ സ്ഥാനത്ത് ഒരു ക്രിസ്ത്യാനിയെയോ ജൂതനെയോ നരകത്തിൽ പ്രവേശിച്ചിട്ടല്ലാതെ. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നതാണ് 3ാം ഭാഗം 49 ഹദീസ് 50 അത് തന്നെ. മുസ്ലിങ്ങൾ ഒരിക്കലും യഹൂദരെയും ക്രൈസ്തവരെയും കുറ്റമിത്രങ്ങളാക്കരുത് എന്ന് അള്ളാഹു പറഞ്ഞു. ജിഹാദാണ്. എത്ര വേണം ജിഹാദ്? ഈ ജിഹാദുകളൊക്കെ ഞാൻ കൃത്യമായിട്ട് എഴുതി ഒരു പോസ്റ്റാക്കി യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എടുക്കുന്നുണ്ട്. നിങ്ങൾ എടുത്തോണം. ഇതൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെച്ചോട്ടെ. ഞാൻ ദിവസം ഒരുപാട് പോസ്റ്റുകൾ ഇടുന്നത് കൊണ്ട് ചില സമയം ഞാൻ തപ്പിയാൽ ഇതൊന്നും എനിക്ക് കിട്ടാറില്ല. പിന്നെ ആർക്കെങ്കിലും ഒക്കെ കിട്ടട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് ഞാനത് ഇടുന്നത് തന്നെ. ഖുർആനിലെ ജിഹാദ് എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് അറിയുന്നവർക്കറിയാം, അറിയാത്തവർ ഒന്ന് മനസ്സിലാക്കിക്കോ. വാളുകൊണ്ടും കൈകൊണ്ടുമല്ലാതെ കണ്ണുകൊണ്ടൊന്ന് ദഹിപ്പിക്കുന്ന ജിഹാദ് പോലുമുണ്ട് ഇസ്ലാമിൽ. കാഫിറുകൾക്കെതിരെ തൂലിക ഉപയോഗിച്ചിട്ടുണ്ടൊരു ജിഹാദ്. ഒക്കെ പൊരുതല. അതായത് കാഫിർ മുസ്ലിം അല്ലാത്ത ആളുകളുണ്ടല്ലോ, യഹൂദരോ ക്രിസ്ത്യാനികളോ ബഹുദൈവാരാധകരോ ഒക്കെ, അവരോടൊക്കെ പോരാടുന്നത് ജിഹാദാണ് എന്ന് ഇസ്ലാം. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന 2901 ഹദീസ്, 2783 ഹദീസ്, തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന 3376 ഹദീസ്, നസായി റിപ്പോർട്ട് ചെയ്യുന്ന 24 ഹദീസ്. ഒരുപാട് ഖുർആൻ വചനങ്ങളുണ്ട്, ഹദീസുകളുമുണ്ട്. 9ാം അധ്യായത്തിന്റെ 111 ഖുർആൻ വചനം നിങ്ങളൊന്ന് നോക്കി നോക്കുക. എന്താണ് ജിഹാദ് എന്ന് മനസ്സിലാവും. അള്ളാഹുവിനു വേണ്ടി കൊല്ലുക, കൊല്ലപ്പെടുക, അതാണ് ജിഹാദ്. അമുസ്ലിങ്ങൾക്കെതിരെ നിങ്ങൾ ജിഹാദ് നടത്തണം. അന്യ മതസ്ഥർക്കുള്ള വിശ്വാസികളോടുള്ള കൽപ്പനയാണത്. 2ാം അധ്യായം 216 വചനം ഖുർആനാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യണം. അവിശ്വാസികൾക്കെതിരെയുള്ള മുസ്ലിങ്ങളുടെ യുദ്ധം അത് നടത്തിയാൽ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ 100 മടങ്ങ് അവനെ ഉയർത്തുമെന്നാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന 4645 ഹദീസ്. ഇനിയും 8ാം അധ്യായം ഖുർആൻ 39 വചനത്തിൽ അള്ളാഹു പറയുന്നു, കുഴപ്പമില്ലാതാകുകയും മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടിയാകുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് ജിഹാദ് ചെയ്യണം. ജിഹാദ് എന്താ? യുദ്ധം. മുഹമ്മദ് നബി പറഞ്ഞു, അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ആരെങ്കിലും എതിർത്താൽ അവരുടെ കൈകളും കാലുകളും ഒക്കെ എതിർവശങ്ങളിൽ നിന്ന് മുറിച്ചു കളയണമെന്ന്. 5ാം അധ്യായം 33 വചനം. ജോസഫ് മാഷിന്റെ കൈയും കാലും വെട്ടിയത് പോപ്പുലർ ഫ്രണ്ട് ഈ ഖുർആൻ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആനസാണ് സവാദ് ജിഹാദി. അള്ളാഹുവിനുവേണ്ടി ജിഹാദ് ചെയ്തില്ലേ? ഇതൊക്കെ ഖുർആനിൽ ഇത്തരം ജിഹാദുകൾ സ്പഷ്ടമായും വ്യക്തമായും കിടക്കുമ്പോ നമ്മളത് വെടിപ്പായിട്ട് പറയാതിരിക്കുക. നമ്മൾ പറയുന്നതിനെല്ലാം റഫറൻസുകളുണ്ട്. ഖുർആൻ വാക്യങ്ങളും
ഹദീസ് വചനങ്ങളും അതിന്റെ ഇൻഡെക്സുകളും ഒക്കെ വെച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത്. എന്താണ് ജിഹാദ്? നമ്മുടെ ഭർത്താവിനെ ജയിപ്പിക്കുന്നതിനു വേണ്ടി IAS പറയുന്ന നുണയും വക്രീകരിച്ചും വളച്ചൊടിച്ചുമുള്ള ആശയങ്ങളൊന്നും നമ്മളിവിടെ പറയില്ല. തെറി പറയുന്നവരെയൊക്കെ പറഞ്ഞങ്ങോട്ട് വിട്ടേക്കപ്പ. എന്തിനാണ് അവനെയൊക്കെ ഇവിടെ നിർത്തിയിരിക്കുന്നത് നമ്മള്? ആ മാളവിക എന്ന് പറയുന്ന ആളെ പറഞ്ഞു വിട്ടത് ഇതൊക്കെ ഫേക്ക് ഐഡിയ ആണ്. അവർക്ക് ഈ തോന്നിയാസം പറയാനൊരു സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കണ്ട. അവരവരുടെ വീട്ടിൽ പോയി പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ അതുപോലെയുള്ള സൈറ്റുകളുണ്ട്, അതിനകത്ത് അവർ പോയി പറഞ്ഞോട്ടെ. നമുക്ക് അവരുടെ ഈ തെറിയൊന്നും പറയാൻ വേണ്ടി അതെ ഒഴിവാക്കി. അപ്പോ ഈ ഇത്തരം ജിഹാദുകളെ കുറിച്ചിട്ടൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണോ ഒരു IAS പറഞ്ഞത്? അറ്റ്ലീസ്റ്റ് നമ്മൾ പറയുന്ന ഒരു വിഷയം എന്താണ്, എന്തുകൊണ്ടാണ് എന്നെങ്കിലും ഒരു IAS പറയുമ്പോൾ അതിനൊരു അകക്കം ഉണ്ടാവണ്ടേ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ എന്താണ് പറയുന്നത് എന്നെങ്കിലും അറിയുന്ന വിഷയത്തെ കുറിച്ചിട്ടല്ലേ പറയേണ്ടത്. വാളുകൊണ്ട് പടുത്തുയർത്തിയ ഇസ്ലാമിനെ ഇവരെത്ര കണ്ട് സമാധാനം വാരി വിതറാൻ ശ്രമിച്ചാലും ശരി, എന്താണ് ഇസ്ലാം എന്ന് ആളുകൾ അറിയും. എത്ര കണ്ട് പൂഴ്ത്തി വച്ചിരുന്നാലും ശരി, ആ ജിഹാദ് നിങ്ങളിൽ നിന്നും പുറത്തു വരും. എനിക്ക് ഉളുപ്പുള്ളത് കൊണ്ടാണ് മുത്തു ഞാനിത് പറയുന്നത്. നിന്റെയൊക്കെ ഉളുപ്പില്ലായ്മയ്ക്ക് ഉദാഹരണം ഞാൻ പറഞ്ഞു തരണോ? പറഞ്ഞു തരണോടാ? എന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ടേ നീയൊക്കെ പോകത്തുള്ളല്ലേ? ശരിക്ക് കിട്ടും, വലിച്ചു കീറി ഞാൻ ഒട്ടിക്കും, പൊയ്ക്കോ. അതിനേക്കാൾ നന്നായിട്ട് വലിച്ചു കീറി ഒട്ടിക്കുന്ന അഡ്മിന്മാരുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ നിന്നെയൊക്കെ മൈൻഡ് ചെയ്യാതെ വിട്ടിരിക്കുന്നത്. ഈ മതത്തിന്റെ ഒരു ജിഹാദിനെ കുറിച്ച് പറയാൻ ശരിക്കൊരു അവസരം ഇപ്പൊ വന്നിട്ടുണ്ട്, ഒരു ലവ് ജിഹാദ്. നമ്മുടെ അഖില ഹാദിയ. മുത്തു, എൻ്റെ ഉമ്മായിപ്പ് വിളിക്കിച്ചല്ലേ, പോയിക്കോ. ഉമ്മായിപ്പ് വിളിക്കിപ്പോ, ഉമ്മ അവിടെ നിൽക്കുന്നുണ്ടാവും, ചെല്ല. ഓ, അഖില ഹാദിയ ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. പൊന്നമ്മയും അശോകേട്ടനെയും ഒക്കെ വീട്ടിൽ പോയി സന്ദർശിച്ചിട്ടുണ്ട് 2 ദിവസം. അതുകൊണ്ട് എനിക്കറിയാം. ഒരു സാധു സ്ത്രീയാണ്. അവരിപ്പോൾ ഒന്ന് മരിച്ചു എന്നുള്ള വാർത്ത കേട്ടല്ലോ. അവരെ ഒന്ന് പോയി കാണാൻ ഈ അഖിലയ്ക്ക് അനുവാദമുണ്ടാകും. ഒരു പക്ഷേ മാധ്യമങ്ങളുടെയൊക്കെ ശ്രദ്ധയുള്ളത് കൊണ്ട് ചിലപ്പോൾ പറ്റിയെന്നിരിക്കും കേട്ടോ. ശരി, നമുക്ക് ആ വാർത്ത. സ്വന്തം അമ്മയുടെ മൃതദേഹം പോലും കാണിക്കാതെ ജിഹാദികൾ. കോട്ടയം വൈക്കത്ത് നിർബന്ധിത മതപരിവർത്തനത്തിനിരയായ ഹാദിയ എന്നറിയപ്പെടുന്ന അഖിലയ്ക്കാണ് ഈ ദുരവസ്ഥ ഉണ്ടായത്. അഖിലയുടെ അമ്മ പൊന്നമ്മ ഇന്നലെയാണ് മരണപ്പെട്ടത്. ഇന്ന് സംസ്കാര ചടങ്ങിന് എത്തുമെന്ന് അഖില അറിയിച്ചിരുന്നു. എന്നാൽ മകളെ ചടങ്ങിനെത്താൻ ഭർത്താവ് അനുവദിച്ചില്ല എന്ന് പിതാവ് അശോകൻ പറയുന്നു. അങ്ങ് സംസാരിച്ചായിരുന്നു. അവർ ഇന്നലത്തെ വിളിച്ചപ്പോൾ ഇന്ന് വരാന്ന് പറഞ്ഞു. ഇന്ന് വിളിച്ചപ്പോഴും വരാന്ന് പറഞ്ഞു. രാവിലെ വിളിച്ചപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവിടെ ഭർത്താവ് പറഞ്ഞൊക്കെ വരാൻ പാടാണ്, അവിടെ വന്നു കഴിഞ്ഞാൽ പ്രശ്ന സ്ഥലങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങളുടെ വക്കീൽ പറഞ്ഞ് പോകുന്നുണ്ട്. നിർബന്ധപൂർവ്വം വിടാത്തതാണെന്നാണ് കരുതുന്നത്. പിന്നെ അല്ലാതെ എന്താണിത്? അവർ നിരവരാകിയ ഇവരാണ് കളിക്കുന്നത് ചോദിച്ചു. മനഃപൂർവ്വം വിടാത്ത. ഇന്ന് ഞങ്ങൾക്ക് ഒരു സമയം ഉണ്ടായിരുന്നു വിളിച്ച് വരുമെന്നുള്ളത്. അപ്പൊ ആ സമയത്തിന് മുമ്പേ ഞങ്ങൾ വിളിച്ച് കൺഫേം ചെയ്ത് എങ്ങനെ വെച്ച് അച്ചായി അവിടെ ഫോൺ അവിടെ ഭർത്താവ് എടുത്ത് വരാൻ പറ്റും. സ്വന്തം അമ്മ മരിച്ചിട്ട് അവരെ ഒരു നോക്ക് കാണാൻ പോലും അനുവദിക്കാത്ത ഈ മതത്തിന്റെ മാനവികതയും പണഞ്ഞുകൊണ്ട് വരല്ലേ. ഞങ്ങൾക്ക് അവിടെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാവും, പോലീസുകാരൊക്കെ ആയിട്ട് ആദ്യം വന്നെന്ന് പറഞ്ഞായിരുന്നു.
പിന്നെ പറയുന്നത് സുരക്ഷാ പ്രശ്നമുണ്ട്, അതുകൊണ്ട് വരാൻ പ്രയാസമാണ്, ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വരാണ്. ശരി. ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് എന്തിനാ വന്നെന്ന് ചോദിച്ചു. ഈ സമയം തന്നെ വരണമെന്നാണ് ആവശ്യപ്പെട്ടത് അങ്ങോട്ട് അല്ലേ? ആ. മൃതദേഹം കാണാൻ വെക്കണമെന്നാണ് അച്ഛനും ആവശ്യപ്പെട്ടത് അല്ലേ? അതെ. മിഥുൻ മുരളി ചേർന്ന മിഥുൻ ഒരു പെൺകുട്ടിയെ തന്റെ മാതാപിതാക്കളിൽ നിന്നും അകറ്റി ആദ്യ ക്രൂരത. ഇപ്പോൾ ഏറ്റവും അവസാനം സ്വന്തം അമ്മയുടെ പെൺകുട്ടിയെ മാതാപിതാക്കളിൽ നിന്നും അകറ്റാൻ ലോകത്തൊരു ശക്തിക്കും പറ്റില്ല, പെണ്ണ് വാഴപ്പിണ്ടിയായെങ്കിലല്ലാതെ. പെണ്ണ് വാഴപ്പിണ്ടിയാകണം, കഴിവില്ലാത്തവളാകണം, നട്ടെല്ലില്ലാത്തവളാകണം, അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത മടലായിരിക്കണം. എന്നെ പെറ്റു വളർത്തിയ എന്റെ അമ്മയാണ് മരിച്ചു കിടക്കുന്നത്. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും എനിക്ക് പോകണം എന്ന് ആ പെണ്ണ് തീരുമാനിച്ചിരുന്നെങ്കിൽ അവൾക്ക് പോകാമായിരുന്നു, കാണാമായിരുന്നു. പക്ഷേ അവളുടെ കോൺസെപ്റ്റിൽ, അവൾ ഇന്നുള്ള മതത്തിൽ, അത് അവളുടെ പെറ്റമ്മയല്ല, കാഫിറാണ്, വെറും കാഫിറാണ് അവർ. നരകത്തിനു വേണ്ടി കാഫിറുകൾക്ക് അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന നരകം. ആ നരകത്തിൽ വീണ് കത്തിയെരിയാൻ വിധിക്കപ്പെട്ട ഒരു കാഫിറായ സ്ത്രീ മരിക്കുമ്പോൾ ഞാൻ എന്തിനു പോകണം? അവസാനമായി ആ മാതാവിനെ ഒരു നോക്ക് കാണാൻ ഏകസന്തതിയായിട്ടുള്ള ഇവൾക്ക് മനസ്സ് വന്നിട്ടില്ലെങ്കിൽ ഇവളുടെ മനസ്സിൽ ഈ മതം ഏത് രൂപത്തിലാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം. മൃതദേഹം പോലും കാണാൻ സാധിച്ചില്ല. അവരെ ആ പെൺകുട്ടിയെ തടഞ്ഞ ജിഹാദികളുടെ രണ്ടാം ക്രൂരത. എന്താണ് സംഭവിച്ചത്? വിഷ്ണു, ഇന്നലെയാണ് അഖിലയുടെ മാതാവ് പൊന്നമ്മ മരണപ്പെടുന്നത്. ഹൃദയസംബന്ധമായ അസുഖമായിരുന്നു. വൈക്കം തിരുപുരം സ്വദേശികളായ അശോകൻ പൊന്നമ്മ ദമ്പതികളുടെ ഏക മകളാണ് അഖില അശോകൻ. അഖിലയെ മാതാവ് മരണപ്പെട്ട വിവരം പിതാവ് അശോകൻ ഇന്നലെ വിളിച്ച് അറിയിച്ചു. മൃതദേഹം കാണാൻ വേണ്ടി എത്തും എന്നുള്ളതായിരുന്നു ഇന്നലെ മറുപടി ലഭിച്ചത്. പക്ഷേ ഇന്ന് എത്താൻ സാധിക്കില്ല എന്ന് അറിയിച്ചു എന്നുള്ളതാണ് അഖിലയുടെ പിതാവ് അശോകൻ പറയുന്നത്. ഇത് ഭർത്താവാണ്, അഖിലയുടെ ഭർത്താവാണ് പറഞ്ഞത്. സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ട്, ഈ കാരണത്താൽ എത്താൻ സാധിക്കില്ല എന്ന് ഇന്ന് അറിയിക്കുന്നു. ആദ്യം മൃതദേഹം കാണുന്നതിനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനും വേണ്ടി വൈക്കത്തേക്ക് എത്തും. പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം സുരക്ഷാ ക്രമീകരണങ്ങളോടെ ആയിരിക്കും എത്താനുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ സംസാരിച്ചിരുന്നുവെന്നും പക്ഷേ ഇന്ന് വിളിച്ചിട്ട് പറയുന്നത് ഇന്ന് എത്താൻ സാധിക്കുകയില്ല, പിന്നീട് എത്താം എന്നുള്ള രീതിയിൽ സംസാരിക്കുകയായിരുന്നു എന്നുള്ളതാണ് അഖിലയുടെ പിതാവ് അശോകൻ പറയുന്നത്. ഇക്കാര്യത്തിൽ അഖിലയുടെ പിതാവ് അശോകൻ പറയുന്നത് നിർബന്ധപൂർവ്വം മകളെ അമ്മയുടെ മൃതദേഹം മതം എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ അടങ്ങുക, ഒതുങ്ങുക, കീഴൊതുങ്ങുക. അഹമ്മദെ, ഉമ്മായി വിളിക്കുന്നത് അങ്ങനെയാണോ? നാട്ടിൽ മൊത്തം അറിയപ്പെടുന്ന ഈ ഇച്ചയാണോ നിന്റെ അമ്മ? ആണ് എന്ന് നിന്റെ എഴുത്തിൽ നിന്ന് മനസ്സിലായി. നിന്നെ ഒന്ന് തള്ളക്കി വിളിച്ചിട്ടില്ലെങ്കിൽ മോശമല്ലടാ, അല്ലേ? അതുകൊണ്ട് വിളിച്ചതാ. അപ്പോൾ ഒതുങ്ങുക. ഇനിയും അച്ഛൻ മരിച്ചു എന്നിരിക്കട്ടെ, കാഫിറാണ്. കാഫിറായിട്ടുള്ള പിതാവിനെ കാണാൻ പറ്റുമോ? കാഫിറായിട്ടുള്ള മാതാവിനെ കാണാൻ പറ്റുമോ? രണ്ടാം കല്യാണോ? അവനും അവന്റെ ആൾക്കാരും ഒക്കെ സമ്മതിക്കുകയും വിടുകയും ചെയ്താലല്ലേ പറ്റൂ. സ്വന്തം മാതാവ് മരിച്ചിട്ട്, ഈ മാതാവ് മരിച്ച വീട്ടിൽ വരുന്ന ഇവളെ ആരെന്തോ ഇത്രയും കാലം ഇവളെ ആരും ഒന്നും ചെയ്തിട്ടില്ല. അതിനകത്തുനിന്ന് തിരിച്ചു പോയാലാകില്ല. അനുവദിക്കാത്തതാണ്. അഖിലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ സമ്മർദ്ദമാണ് ഇതിന് പിന്നിൽ ഉള്ളത്. നിർബന്ധപൂർവ്വം മനഃപൂർവ്വം മാറ്റി നിർത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തുന്നത് എന്നുള്ളതാണ് അഖിലയുടെ പിതാവ് അശോകൻ ആരോപിക്കുന്നത്. നേരത്തെ തന്നെ മകളുമായി സംസാരിച്ചപ്പോൾ വരുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഉണ്ടായിരുന്നു എന്ന് പറയുകയും പിന്നീട് ഇന്ന് വിളിച്ചപ്പോൾ ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചത് അഖിലയുടെ ഭർത്താവുമായിട്ടാണ്. ഭർത്താവാണ് ഇത്തരത്തിൽ എത്താൻ സാധിക്കില്ല, സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളടക്കം പറഞ്ഞതും അവരുടെ അഭിഭാഷകരും ഈ രീതിയിൽ തന്നെ സംസാരിക്കുകയായിരുന്നു. ഇതിന് പിന്നിൽ നിർബന്ധിതമായി അഖിലയെ മാറ്റി നിർത്തുന്നതിനുള്ള ശ്രമങ്ങൾ, ഈ മൃതദേഹം കാണാൻ അനുവദിക്കാതെ മാറ്റി നിർത്തുന്നതിനുള്ള അഖിലയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ ഒരു ശ്രമമാണ്, ഗൂഢനീക്കമാണ് എന്നുള്ളതാണ് അഖിലയുടെ പിതാവ് അശോകൻ ആരോപിക്കുന്നത്. എന്തായാലും വലിയ കോളിളക്കം സൃഷ്ടിച്ച കേസാണ് അഖില എന്ന പിന്നീട് മതം മാറി നിർബന്ധിത മതപരിവർത്തനത്തിനിരയായി ഹാദിയ ആയി മാറിയ കേസ്. അത് പിന്നീട് അതിന്റെ നിയമ നടപടികളുമായി അഖിലയുടെ പിതാവ് അശോകൻ സുപ്രീം കോടതി വരെ പോയതുമൊക്കെ വലിയ വിവാദമായിട്ടുള്ള സംഭവബഹുലമായ കേസായിരുന്നു. PFI ആളുകളാണ്, ഭീകരരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതടക്കമുള്ള PFIയുടെ നിരോധനത്തിനടക്കം ഇത് പിന്നീട് വഴിവെച്ചതുമെല്ലാം നേരത്തെ കണ്ട കാര്യങ്ങളാണ്. ഈ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ ഈ ജിഹാദിയുടെ ഇടപെടൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ വീണ്ടും
ഒരു കാര്യമുണ്ടായിരിക്കുന്നത്. അത് ഈ അഖിലയുടെ മാതാവ് മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മാതാവിന്റെ മൃതദേഹം കാണിക്കാൻ വീട്ടിലേക്ക് എത്തുന്നത് നിർബന്ധപൂർവ്വം തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അഖിലയുടെ പിതാവ് അശോകൻ ആരോപിക്കുകയും ചെയ്തത്. ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് അഖിലയുടെ മാതാവ് പൊന്നമ്മയുടെ സംസ്കാര ചടങ്ങ് നടക്കുന്നത്. ഇതിനിടയിൽ ഒന്നും തന്നെ വീട്ടിലേക്ക് എത്തുന്നതിനുള്ള സാഹചര്യം അഖിലയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ഒരുക്കി നൽകിയിട്ടില്ല. അതിൽ നിന്നും അഖിലയെ മാറ്റി നിർത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അഖിലയുടെ പിതാവ് അശോകൻ ആരോപിക്കുകയും ചെയ്യുന്നത്. ഏറെ ഉള്ളടക്കം സൃഷ്ടിച്ച അഖില പിന്നീട് നിർബന്ധിത മതപരിവർത്തനത്തിനായി ഹാദിയായി മാറിയ ആ സംഭവങ്ങൾ അതിനോട് ചേർന്ന് തന്നെ നിയമ പോരാട്ടങ്ങളുമായി അഖിലയുടെ പിതാവ് പോകുന്നതും പിന്നീട് ഇപ്പോൾ അഖിലയുടെ മാതാവ് മരണപ്പെട്ടതിന് ശേഷം ആ മൃതദേഹം കാണുന്നതിന് പോലുമുള്ള അനുവാദം അല്ലെങ്കിൽ അവസരം ഒരുക്കി നൽകാതെ അഖിലയുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രവർത്തിക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ്, ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അഖിലയുടെ പിതാവ് ഇപ്പോൾ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. മിഥുൻ സൂചിപ്പിച്ചതുപോലെ ഒരു കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു ഈ ഒരു മതപരിവർത്തനത്തിൽ അഖില പോയത് എന്നുള്ളൊരു കാര്യം. എന്നിരുന്നാൽ കൂടിയും ഒരു മനുഷ്യന്റെ ഒരു മൗലികാവകാശം തന്നെയാണ് അവസാനമായി തന്റെ മാതാപിതാക്കളുടെ സംസ്കാര ചടങ്ങിലെങ്കിലും പങ്കെടുക്കുക എന്നും. അതാരുടെ മൗലികാവകാശം? അവൾക്ക് അങ്ങനെ ഒരു മൗലിക അവകാശം വേണമെന്ന് അവളല്ലേ ആവശ്യപ്പെടേണ്ടത്? അവൾക്ക് അങ്ങനെ ഇല്ലല്ലോ. അതിൽ പോലും ഒരു വിലക്ക് കൽപ്പിക്കുമെങ്കിൽ ജിഹാദികളുടെ ഒരു ക്രൂരത അതിന്റെ ഒരു വ്യാപ്തി എത്രത്തോളം ആണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. ആദ്യത്തെ ഒരു സാഹചര്യം നമുക്കറിയാം, ഇത്തരത്തിൽ മാതാപിതാക്കളിൽ നിന്നും അകറ്റിയുള്ള ഒരു ക്രൂരത അവർ കാണിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ആ പെൺകുട്ടിയെ തന്റെ അമ്മയുടെ മൃതദേഹം അവസാനമായി ഒന്ന് കാണാൻ പോലും അനുവദിക്കാത്ത തരത്തിൽ മാറിയത്. എന്തായാലും ഇതിന് പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യം തന്നെയുണ്ട്. ഇത്തരത്തിൽ സമൂഹത്തിൽ ഭിന്നത വീണ്ടും സൃഷ്ടിക്കുക എന്നുള്ള ഒരു കാര്യം തന്നെയല്ലേ അവർ ഇതിലൂടെ. ഒരിക്കലും ഇവർക്ക് അനുമതി നൽകാത്തവരെ കുറിച്ച് പറയരുത്. മറ്റൊരാള് നൽകേണ്ടതല്ല സ്വന്തം മാതാപിതാക്കളെ കാണേണ്ടുന്ന അവകാശം. അത് തിരിച്ചറിയാൻ തലയ്ക്കകത്ത് ആളുതാമസം ഉണ്ടാകണം. തലയ്ക്കകത്ത് ആളുതാമസം ഉണ്ടെങ്കിൽ ഈ വൈറസ് മതത്തിനകത്ത്, ഈ ക്യാൻസർ മതത്തിനകത്ത് പോയി നിന്നിട്ട് സ്വന്തം മാതാപിതാക്കളെ സുപ്രീം കോടതിക്കകത്ത് കൂട്ടിനകത്ത് കയറ്റി നിർത്തി വിചാരണ ചെയ്യിപ്പിക്കുക. ഒരല്പമെങ്കിലും വെളിവുള്ള ഒരു കൊച്ചാണെങ്കിൽ ഇതങ്ങനെ ചെയ്യുമോ? ഏതെങ്കിലും ലോകത്തൊരു മാതാവിന് ഇങ്ങനെ പറ്റുമോ? ഭാവിയിൽ നമ്മൾ വിതയ്ക്കുന്നത് നമ്മൾ കൊയ്തെടുത്ത് തന്നെ തീരണമല്ലോ. അതാരായിരുന്നാലും ശരി, ഭാവിയിൽ അവളും അമ്മയാകട്ടെ. അങ്ങനെയൊരു രീതി, അങ്ങനെയൊരു സ്റ്റേജ് ഉണ്ടാകട്ടെ. അപ്പോൾ മാതാപിതാക്കൾ മക്കളിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ രൂപത്തിൽ ഒരമ്മയായി മാറുന്നത്? ആ പ്രതീക്ഷയ്ക്കൊത്ത് മക്കള് പ്രവർത്തിക്കാതെ വരുമ്പോൾ ആ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദന എന്താണ് എന്നറിയാം. അവർക്ക് എത്ര വയസ്സുണ്ടാവും? അത്രയ്ക്ക് പ്രായമൊന്നും ഇല്ലാണ്ട് ഒരു മകളാണ്. ഒരു 50 വയസ്സിനകത്തൊക്കെ തന്നെയുണ്ട്. നീറി നീറി ആ മാതാവ് മരിച്ചു. നീറി നീറി മരിച്ചു. എന്നിട്ട് ഇസ്ലാമിന്റെ കാരുണ്യവും പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ ഇങ്ങ് വരും. അപ്പോൾ ജിഹാദിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയില്ല. എല്ലാം യുദ്ധമാണ് കേട്ടോ. ഇപ്പോ അതെ, അപ്പോ ഈ പഠിച്ചോൻ എന്തെങ്കിലും ഒരു സത്യം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ, പഠിച്ചോന്നാണോ പറയാൻ മാത്രമല്ലേ അറിയത്തുള്ളൂ. നമ്മൾ മനസ്സിലാക്കുന്ന ഈ സായുധ ജിഹാദു മാത്രമല്ല, പലതരം ജിഹാദുകളുണ്ട്. അതായത് പോപ്പുലർ ഫ്രണ്ട്, SDPI തുടങ്ങിയ പൊളിറ്റിക്കൽ ഇസ്ലാമിക സംഘടനകൾക്ക് അതിസങ്കീർണവും രഹസ്യവുമായിട്ടുള്ള ചില ജിഹാദുകളുണ്ട്. അതിനു വേണ്ടിയാണല്ലോ ഇവര് ചില സംഘടനകൾ തന്നെ ഉണ്ടാക്കുന്നത്. അവരുടെ ഇത്തരം അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി. ഞാന് കുറച്ച് ജിഹാദുകളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. കുറച്ച് ജിഹാദുകൾ ഈ പോപ്പുലർ ഫ്രണ്ടിനെയും SDPIയെയും ഒക്കെ കേന്ദ്രം നിരോധിക്കാൻ, SDPI നിരോധിച്ചിട്ടില്ല, കേന്ദ്രം നിരോധിക്കാൻ തന്നെ കാരണം അതാണ്. ഇവർക്ക് സായുധ പോരാട്ടത്തിലൂടെ അല്ലെങ്കിൽ മറ്റെന്ത് കുന്ത്രാണ്ടത്തിലൂടെ ആയിരുന്നാലും ശരി, അവർക്ക് ഇസ്ലാം മതരാഷ്ട്രം സ്ഥാപിക്കണം. ഇവർക്ക് അതിനു വേണ്ടി കുറെ ജിഹാദി വിങ്ങുകളുണ്ട്. നമ്മളിപ്പോ കരസേന, നാവികസേന, വ്യോമസേന, സൈബർ സെൽ വിഭാഗം, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, ED, IB അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതുപോലെ ഇവർക്ക് ചില വിങ്ങുകളുണ്ട്. ടെറർ വിങ്,
കില്ലർ വിങ്, സൈബർ വിങ്, മീഡിയ വിങ്, ഇതിനൊക്കെ പണം സ്വരൂപിക്കണ്ടേ, ഫണ്ടിങ് വിങ്, പിന്നെ മറ്റൊരാളെ നമ്മുടെ മതത്തിലേക്കൊക്കെ കൊണ്ടുവരണ്ടേ, ഈ അഖില പെണ്ണിനെ വീഴ്ത്തിയതുപോലെ റിലീജിയസ് വിങ്, പിന്നെ ഇതൊക്കെ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ ഇന്റലക്ച്വൽ വിങ്, സോഷ്യൽ വിങ്. മതേതര മുഖച്ഛായയിൽ നിന്നിട്ട് വേണം നമ്മുടെ തീവ്രവാദം എടുത്തങ്ങോട്ട് സ്പ്രെഡ് ആക്കാൻ. പൊളിറ്റിക്കൽ വിങ്, റിക്രൂട്ടിംഗ് വിങ്, ജൂനിയർ ടെറർ വിങ്, ഫോറിൻ വിങ്, മിലിറ്ററി വിങ് എന്നു വേണ്ട. അഭിമന്യുവിനെ തീർത്ത വിങ് അറിയില്ലേ? അത് കോളേജിലെ ജൂനിയർ ടെറർ വിങ്. അതിസങ്കീർണവും രഹസ്യമായിട്ടുമായിട്ടുള്ള 14-ലധികം ജിഹാദി ബ്രിഗേഡുകളാണ് പോപ്പുലർ ഫ്രണ്ടിനുള്ളത്. എന്നെ കണ്ടെത്തിയതാണ്. അവർക്കെല്ലാം രഹസ്യ സ്വഭാവങ്ങളാണ്, എല്ലാത്തിനും ഒരുതരം നിഗൂഢതകളാണ്. ഓരോ ബ്രിഗേഡിലും 5 മുതൽ 20 വരെയുള്ള അംഗങ്ങളാണുള്ളത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ചേർന്ന് വലിയ ഗ്രൂപ്പുകൾ, ആ വലിയ ഗ്രൂപ്പുകൾ ചേർന്ന് വലിയ സൈനിക ബറ്റാലിയന്റെ മാതൃകയിലാണ് ഇത്തരം ഓരോ ബ്രിഗേഡുകളും ഇവർ ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അതായത് നമ്മുടെ രാജ്യം എങ്ങനെയാണോ സൈനികരെ ട്രെയിൻ ചെയ്തെടുത്ത് അവർക്ക് ഓരോരോ ദൗത്യങ്ങൾ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, സമാന്തരമായ ഒരു സൈനിക രീതി ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ അടങ്ങിയ ആയിരക്കണക്കിന് ജിഹാദികൾ അടങ്ങിയ വലിയ ബ്രിഗേഡുകൾ പോപ്പുലർ ഫ്രണ്ടിനുണ്ട്. ഇവർക്ക് ചില കോഡുകളും ചില അടയാളങ്ങളും ചില വേഷവിധാനങ്ങളും ഒക്കെയുണ്ട്. മോനെ, മോനെ, ഇവർക്ക് പിന്നെ ചില അധികാര ചിഹ്നങ്ങളുമുണ്ട് ഇവർക്ക് കേട്ടോ. സമാന്തരമായ ഒരു രാജ്യം സൈബർ ഇടങ്ങളിൽ എങ്ങനെയായിരിക്കണം, കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ളിടത്ത് എങ്ങനെയായിരിക്കണം, അമുസ്ലിങ്ങൾ ഉള്ളിടത്ത് എങ്ങനെയായിരിക്കണം, മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും കൂടെ തിങ്ങിപ്പാർക്കുന്നിടത്ത് എങ്ങനെയായിരിക്കണം, നമ്മുടെ ജോലി സ്ഥാപനങ്ങളിൽ എങ്ങനെയായിരിക്കണം, മതപഠനശാലകളിൽ എങ്ങനെ, ചില ആരാധനാ സംവിധാനങ്ങൾ, പ്രത്യേകമായിട്ടുള്ള ഇവരുടെ സംഗമ സ്ഥലങ്ങൾ, അങ്ങനെ ഇവരുടെ ആശയവിനിമയങ്ങളെല്ലാം വ്യത്യസ്തമാണ്. ഐസിസിന്റെ സ്ലീപ്പർ സെല്ലുകളുടെ മാതൃകയിലാണ് ഇവർ ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു രാജ്യമുണ്ടാക്കാൻ വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും, ഭരണഘടനയടക്കം, ആരാചാര്യടക്കം, ഇനി എന്ത് വേണം, 10 ലക്ഷത്തിലധികം സജീവ പ്രവർത്തകർ, കോടാനുകോടി അനുകൂലികളുമുള്ള ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായിട്ട് ഇവർ ഈ ജിഹാദിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ മുഴുവനും വളർന്നത്. ഇവരുടെ പ്രവർത്തനങ്ങൾ കൂടുതലും വിദ്യാർത്ഥികളിലും യുവാക്കളിലുമാണ്. കാരണം പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ സംഘടനകൾ ഐസിസ്, ISKP, അൽ ഖ്വയ്ദ, ലഷ്കർ ഇ ത്വയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഇന്ത്യൻ മുജാഹിദ് തുടങ്ങിയ ഒരുപാട് യുണൈറ്റഡ് ജിഹാദി കൗൺസിലുകളുണ്ട്. അതിലൊക്കെ 74-ലധികം പൊളിറ്റിക്കൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഈ സംഘടനകളുടെ ലക്ഷ്യം എന്താ? ഇസ്ലാം മതരാഷ്ട്രം സ്ഥാപിക്കുക. ഇസ്ലാമിക രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലെത്തുന്നതിന് വേണ്ടി ആദ്യപടിയായിട്ട് ഇവർ മറഞ്ഞിരുന്ന് സാമൂഹ്യമായും സാമ്പത്തികമായും മതപരമായും രാഷ്ട്രീയമായിട്ടും എങ്ങനെയൊക്കെ വളരാമോ അതാത് മേഖലകളിൽ ഇവർ വളർന്ന് പടർന്ന് പന്തലിച്ചു കയറും. 2ാം ഘട്ടത്തിൽ അവർ കുറച്ച് പടർന്നു എന്ന് മനസ്സിലാകുമ്പോൾ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം ഇവരുണ്ടാക്കി. എതിരാളികളെ ഇല്ലാതാക്കിയിട്ട് ഇവർ ഇവരുടേതായിട്ടൊരു ആധിപത്യം, ഹർത്താലൊക്കെ കണ്ടില്ല, അടിച്ചു പൊട്ടിക്കുന്ന ഒരു രീതി. അങ്ങനെ 2047 ഇന്ത്യയുടെ 100ാം സ്വാതന്ത്ര്യ ദിനത്തില്, അതിന്റെ വാർഷികത്തിനാണ് ഇന്ത്യയെ ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കുമെന്ന് ഇവർ വെല്ലുവിളിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രഖ്യാപനവും മറ്റു മാസ്റ്റർ പ്ലാനും അതാണ്. രഹസ്യമായിട്ടൊരു പൊളിറ്റിക്കൽ ഇസ്ലാമിക അജണ്ട. സേവ് റിപ്പബ്ലിക് എന്ന മുദ്രാവാക്യം കൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. RSSൽ നിന്നും ഇന്ത്യയെ രക്ഷിക്കണം.
ജനാധിപത്യത്തിൽ നിന്നും ഇന്ത്യയെ മതാധിപത്യത്തിലേക്ക് മാറ്റണം. സംഘപരിവാരങ്ങളുടെ കയ്യിൽ ഈ ഭാരതം ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അജണ്ടകളൊന്നും നടപ്പിലാക്കാൻ പറ്റും. ആലപ്പുഴ സമ്മേളനത്തിൽ ഉയർത്തിയ അരിയും മലരും കുന്തിരിക്കവും മുദ്രാവാക്യം നമുക്ക് മനസ്സിലാക്കി തരുന്നത് അത് തന്നെ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് തടയാൻ പോപ്പുലർ ഫ്രണ്ട് ഭാരതം മുഴുവനും അതിശക്തമായിട്ടുള്ള വർഗീയ കലാപങ്ങൾ പ്ലാൻ ചെയ്തു. ഒരുപാട് മാർഗങ്ങൾ ഉപയോഗിക്കാൻ അവർ തീരുമാനിച്ചു. പക്ഷേ നരേന്ദ്രമോദി സർക്കാരിന് അതിനെയൊക്കെ എതിർക്കാൻ സാധിച്ചു. ഇവരുടെ സംഘടനകള്, അതിന്റെ നേതൃത്വങ്ങള് എങ്ങനെയൊക്കെയാണ് ജിഹാദ് ചെയ്യേണ്ടത് എന്ന് അണികൾക്ക് മനസ്സിലാക്കി കൊടുക്കും. ആശയപരമായ രേഖകളിൽ തെളിവുകളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഇവർക്ക് എന്ത്, എവിടെ, എപ്പോൾ ചെയ്യണം. ഇന്ത്യൻ മണ്ണിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി പണം എടുക്കുന്നതിന് വേണ്ടി ബ്രിഗേഡുകൾ വേറെയുണ്ട്. പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയ്ക്ക് പണം വരുന്നത് ഇറാൻ, തുർക്കി, മലേഷ്യ, ദുബൈ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഡൽഹി, ഡ്രൈ ഫ്രൂട്ട് മാർക്കറ്റുകൾ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, ചൈന, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ചില യൂറോപ്യൻ രാജ്യങ്ങൾ, അവിടെയൊക്കെയുള്ള പ്രത്യേക ചാനലുകൾ വഴിയാണ് വരുന്നതെന്ന് NIA റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ പോപ്പുലർ ഫ്രണ്ടിന്റെ പണത്തിന്റെ സോഴ്സ് കണ്ടെത്താൻ NIA പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചതും അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഇവരുടെ പിന്നെ മലദ്വാർ ഗോൾഡ്, മയക്കുമരുന്ന്, കള്ളക്കടത്ത്, സ്വർണം, പണമിടപാട്, ഹവാല, റിയൽ എസ്റ്റേറ്റ്, ചാരിറ്റി, ഇങ്ങനെ ഒരുപാട് ഗ്രീൻ മീഡിയ സിൻഡിക്കേറ്റ്സ് ഉണ്ട് ഇവർക്ക് ഇതിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന. പൊളിറ്റിക്കൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ പോലീസ് സെല്ലിൽ ഇവർക്ക് ആളുണ്ട്, പച്ചവെളിച്ച്. ആർമിയിൽ ഇവർക്ക് ആളുണ്ട്, ഇവർക്ക് കസ്റ്റംസിൽ ആളുണ്ട്. അതായത് അൽ ഹിന്ദ്, ഇതാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ സ്വപ്നം. അതിനുവേണ്ടി ഇസ്ലാമിക രാഷ്ട്രത്തിനു വേണ്ടി ഇവര് സേവ് റിപ്പബ്ലിക്, സംഘപരിവാറിൽ നിന്നും ഇന്ത്യയെ സേവ് ചെയ്യുക. 2047 മിഷൻ എന്താണ്? ഇസ്ലാമിക രാഷ്ട്രം. ഈ ലക്ഷ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി മിഡിൽ ഈസ്റ്റിൽ നിന്ന് കോടാനുകോടി രൂപയുടെ ഒഴുക്കാണ് ഈ രാജ്യത്തേക്ക് എത്തിയതും ആ ഒഴുക്കാണ് നരേന്ദ്രമോദി നിയന്ത്രിച്ചത്. കള്ളത്തോക്കുകള്, വലിയ ആയുധ ശേഖരങ്ങൾ കേരളത്തിൽ മുഴുവനും, കേരളത്തിലെ അതിർത്തി പ്രദേശങ്ങളിലും മലയോര പ്രദേശങ്ങളിലുമൊക്കെ ആയുധ പരിശീലനങ്ങൾ, സിന്തറ്റിക് ഫുട്ബോൾ ടർഫുകൾ, അങ്ങനെയാണ് MEC-7 വ്യായാമ മുറകൾ, ISIS റിക്രൂട്ടിങ് ബ്രിഗേഡുകൾ വഴി സിറിയയിലേക്കും ലിബിയയിലേക്കും നൈജീരിയ, അഫ്ഗാനിസ്ഥാനിലേക്കൊക്കെ പോയി വിദഗ്ധമായിട്ടുള്ള ആയുധ പരിശീലനം ഇവർ നേടുന്നുണ്ട്. ഈ തീവ്രവാദ സംഘടനകൾ പ്രധാനമായും ആശയവിനിമയം നടത്തുന്നത് സമാന്തരമായ ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വഴിയാണ്, നവമാധ്യമങ്ങൾ വഴി. ഇന്ത്യൻ മണ്ണിലെ ഐസിസിന്റെ സ്ലീപ്പർ സെല്ലുകളിൽ ഭൂരിപക്ഷവും മറഞ്ഞിരിക്കുന്നത് SDPI, പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനകളുടെ കീഴിലാണ്. കാരണം അവിടെയാണ് ഇവർക്ക് മറഞ്ഞിരുന്ന് പ്രവർത്തിക്കാൻ ഏറ്റവും എളുപ്പമുള്ള സങ്കേതം. ഇവരെ പിടിക്കില്ല, പിടിച്ചാൽ തന്നെയും എല്ലാ മേഖലകളിലും ഇവരെ സഹായിക്കാൻ ആൾക്കാരും. അതുകൊണ്ട് ഇവർക്ക് അതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടാം? ഇവർക്ക് നരേന്ദ്രമോദിക്കെതിരായി, ഇന്ത്യക്കെതിരായി വലിയ ഒരു വിഭാഗത്തെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഇവര് ശക്തമായും വിജയിച്ചു നിൽക്കുവാണ്. അതുകൊണ്ട് എങ്ങനെയൊക്കെയാണ് ഏതൊരു കാര്യത്തെയും പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് എങ്ങനെ സത്യവിശ്വാസികൾ എന്ന് പറയുന്ന ഇവരുടെ മുസ്ലിങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ഇത് അവതരിപ്പിക്കേണ്ടതെന്ന് അവർക്കറിയാം. ഇപ്പോൾ NRC-CAA നമുക്കറിയാമല്ലോ. ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, അവിടെ നിന്ന് പൗരത്വം നഷ്ടപ്പെട്ടു വരുന്ന ആളുകൾ, അവർക്ക് പൗരത്വം നൽകുന്ന ഒരു നിയമം വന്നപ്പോൾ എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്കില്ല എന്ന് മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ പ്രചരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലേ? അത് നമുക്ക് ആരോടും ഒരു വിരോധവുമില്ല, സഹതാപമേ ഉള്ളൂ. എന്താ നിങ്ങൾ ഇങ്ങനെയെന്ന് നമ്മൾ ചിന്തിച്ചു. എത്ര പറഞ്ഞിട്ടും എത്ര കണ്ട് മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്? നമ്മൾ എത്ര കണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും തോറും നിങ്ങൾ മാറുമെന്നൊന്നും നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളൊന്നും മാറാൻ പോകുന്നില്ല. മാറേണ്ടവരല്ലേ മാറൂ, എല്ലാവരെയും കൊണ്ട് മാറാനൊന്നും പറ്റില്ല. ഇപ്പൊ തന്നെ കോഴിക്കോട് ഒരു വാർത്ത നിങ്ങൾ കണ്ടിരുന്നു. വലിയ രൂപത്തിലൊരു ദുരന്തം, ഒരു മനുഷ്യന്റെ ജീവനും നഷ്ടപ്പെട്ടു.
കോഴിക്കോട് ജില്ലയിലായിരുന്നു നാടിനെ ഇളക്കിമറിച്ച സംഭവം അരങ്ങേറിയത്. അതിരാവിലെ ഏകദേശം 10 മണിയോടുകൂടി ഏലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിജയൻ എന്നൊരു മധ്യവയസ്കൻ ഒരു പരാതിയുമായി എത്തി. തൊട്ട് തലേ ദിവസം വീട്ടിൽ നിന്ന് ബൈക്കുമായി പുറത്തേക്ക് പോയ തന്റെ മകൻ വിജിൽ ഇതുവരെയും മടങ്ങി എത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു പരാതിയിൽ പ്രധാനമായും സൂചിപ്പിച്ചിട്ടുള്ളത്. സുഹൃത്തുക്കൾക്കൊപ്പം എവിടെയെങ്കിലുമൊക്കെ കറങ്ങാനും സിനിമയ്ക്കുമൊക്കെ വിജിൽ പോകാറുള്ളതാണ്. എന്നാൽ അപ്പോഴൊക്കെ കൃത്യമായി വീട്ടിലേക്ക് മടങ്ങി വന്നിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ വിജിലിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഈ സാഹചര്യത്തിൽ വിജിലിന്റെ സുഹൃത്തായ നിഖിലിന്റെ വീട്ടിലെത്തി പിതാവ് വിജയൻ ഒരു അന്വേഷണം നടത്തി. തങ്ങൾ വിളിച്ചിട്ട് വിജിൽ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞതോടുകൂടി നിഖിലിന്റെ ഫോണിൽ നിന്ന് കൂടി വിജയൻ വിജിലിന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കി. ആ സമയത്ത് വിജിലിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് തന്നെയായിരുന്നു. സുഹൃത്തായ നിഖിലിനും വിജിലിനെ കുറിച്ച് യാതൊരു വിവരവും അറിയാത്ത സാഹചര്യത്തിൽ അവരുടെ തന്നെ മറ്റ് രണ്ട് സുഹൃത്തുക്കളായ രഞ്ജിത്തിനെയും ദീപേഷിനെയും ഒന്ന് വിളിച്ചു നോക്കാൻ വിജയൻ ആവശ്യപ്പെട്ടെങ്കിലും അവർക്ക് ഇരുവർക്കും വിജിലിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല എന്നുള്ള മറുപടിയായിരുന്നു ലഭിച്ചത്. വളരെ ദുഃഖത്തോടുകൂടി വിജയൻ തന്റെ വീട്ടിലെത്തി ആ വിവരം ഭാര്യയെയും വിജിലിന്റെ മൂത്ത സഹോദരനായ വിജിത്തിനോട് പറയുകയും ചെയ്തു. ഒരു ദിവസം മുഴുവനും വിജിലിന്റെ പിതാവായ വിജയനും സഹോദരൻ വിജിത്തും കൂടി വിജിലിനെ തിരക്കി ആ നാടാകെ നടന്നു. സുഹൃത്തുക്കളായ രഞ്ജിത്തിന്റെയും ദീപേഷിന്റെയും വീടുകളിൽ മാറി മാറി തിരക്കിയെങ്കിലും അവർക്കാർക്കും വിജിലിനെ കുറിച്ച് യാതൊരു അറിവുമില്ല എന്നായിരുന്നു അവർ ആ വീട്ടുകാരോട് പറഞ്ഞത്. എങ്കിൽ പോലും ആ വീടുകളിൽ നിന്നും അന്വേഷണം പൂർത്തിയാക്കി തിരികെ നടന്നു പോകുന്നതിനിടയിൽ വിജിലിന്റെ സഹോദരനായ വിജിത്ത് തന്റെ പിതാവായ വിജയനോട് മറ്റൊരു കാര്യം സൂചിപ്പിച്ചു. സുഹൃത്തുക്കളായ മൂവർ സംഘം അറിയാതെ വിജിൽ എവിടെയും പോകാൻ സാധ്യതയില്ല എന്നുള്ളതായിരുന്നു ആ സഹോദരൻ തന്റെ പിതാവിനോട് പറഞ്ഞത്. മകനെ കുറിച്ച് അന്വേഷണം നടത്തിയിട്ട് ഒരു വിവരവും ലഭിക്കാത്ത സാഹചര്യത്തിലായിരുന്നു പിതാവ് വിജയൻ ഏലത്തൂർ സ്റ്റേഷനിലെത്തി മകൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ ബൈക്കിന്റെ ഡീറ്റെയിൽസും മകന്റെ ഫോൺ നമ്പറും ഫോട്ടോയും ഉൾപ്പെടെ നൽകി ഒരു പരാതി കൊടുത്തത്. തൊട്ടടുത്ത ദിവസം തന്നെ സ്റ്റേഷനിൽ നിന്നും വിജയന്റെ ഫോണിലേക്ക് SI വിളിക്കുകയും ചെയ്തു. വിജിലിന്റെ ബൈക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്നും പോലീസ് സംഘം കണ്ടെത്തിയിരിക്കുകയാണ്. ആ ബൈക്കിന്റെ ഫ്രണ്ട് ഭാഗത്തെ ബാഗിനുള്ളിൽ സ്വിച്ച് ഓഫ് ആക്കി വെച്ച നിലയിൽ വിജിലിന്റെ മൊബൈൽ ഫോണും കണ്ടെത്തിയിട്ടുണ്ട്. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചതിന് ശേഷം വിജിൽ എവിടേക്കാണ് പോയതെന്ന് പോലീസിന് സംശയം തോന്നി. ട്രെയിനിൽ കയറി വിജിൽ എവിടേക്കെങ്കിലും നാട് വിട്ടു പോയതാണോ എന്ന് പോലീസ് സംഘം ഉടൻ തന്നെ ഒരു അന്വേഷണം നടത്തി. പിതാവ് വിജയനാകട്ടെ കൂടെ സ്റ്റേഷനിലെത്തി മകന്റെ തിരോധാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തിരക്കുന്നുമുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിലൊക്കെ പോലീസ് അന്വേഷണം വളരെ തകൃതിയായി തന്നെ നടന്നു. പതുക്കെ അന്വേഷണവും ആൾ തണുത്തു തുടങ്ങി. ഇതിനിടയിൽ സ്റ്റേഷനിലെത്തിയ പിതാവ് വിജയൻ വിജിലിന്റെ സുഹൃത്തുക്കളായ മൂവർ സംഘം അറിയാതെ വിജിലെങ്ങും പോകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞതോടുകൂടി പോലീസ് സംഘം ആ മൂവർ സംഘത്തെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്തു. തങ്ങൾക്കൊന്നും അറിയില്ല എന്നായിരുന്നു നിഖിലും രഞ്ജിത്തും ദീപേഷും പോലീസിനോട് മൊഴി നൽകിയത്. സുഹൃത്തുക്കൾ നൽകിയ മൊഴിയും പിതാവ് വിജയനെ പോലീസ് സംഘം വിളിച്ചറിയിച്ചു. ആ മൂവർ സംഘത്തിന് ആ സംഭവവുമായി യാതൊരു ബന്ധവുമില്ല എന്നും അവരെ ഒരു കാരണവശാലും സംശയിക്കേണ്ട കാര്യമില്ല എന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിച്ചറിയിച്ചു. കേസ് അന്വേഷണം എങ്ങും എത്താതെ വന്ന സാഹചര്യത്തിൽ വിജയൻ വീണ്ടും കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറെ കാണുകയും വിവരം ധരിപ്പിക്കുകയും ചെയ്തു. കമ്മീഷണർ ഓഫീസിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടും കാര്യമായ അന്വേഷണം ഒന്നും തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടായില്ല. സുഹൃത്തുക്കളായ മൂവർ സംഘത്തിനെ പല പ്രാവശ്യം വിജിലിന്റെ അച്ഛനും അമ്മയും കണ്ട് സംസാരിച്ചെങ്കിലും തങ്ങൾക്കൊന്നും അറിയില്ല എന്ന മറുപടിയിൽ തന്നെ ആ സുഹൃത്തുക്കൾ ഉറച്ചു നിൽക്കുകയും ചെയ്തു. പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങി ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ഇതിനിടയിൽ തന്റെ മകനെ കണ്ടെത്താൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു സ്ഥലം MLA ഒന്ന് കണ്ട് പരാതി നൽകുന്നതിനായി വിജയൻ തീരുമാനിച്ചതും MLAയുടെ വീട്ടിലേക്ക് എത്തിയതും. MLAയുടെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം സ്ഥലത്തില്ലാത്ത സാഹചര്യത്തിൽ വിജയന്റെ മൊബൈൽ നമ്പർ MLAയുടെ ഭാര്യ എഴുതി വാങ്ങിക്കുകയും ചെയ്തു. അന്ന് വൈകുന്നേരം തന്നെ MLAയുടെ ഫോണിൽ നിന്നും വിജയന് ഒരു കോൾ ലഭിക്കുകയും ചെയ്തു. എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് കാണണമെന്നായിരുന്നു MLA വിജയനെ വിളിച്ചറിയിച്ചത്. വിവരമറിഞ്ഞ ഉടൻ തന്നെ MLAയുടെ വീട്ടിലേക്ക് വിജയൻ പുറപ്പെടുകയും തനിക്ക് പറയാനുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞ് ധരിപ്പിക്കുകയും ചെയ്തു. പോലീസ് സംഘം ഇത്രയും കാലം അന്വേഷിച്ചിട്ടും കേസ് എങ്ങും എത്താത്ത സാഹചര്യത്തിൽ വിജിലിനെ കാണാതായിട്ടുള്ള പരാതി വിശദമായി എഴുതി തയ്യാറാക്കി മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് നൽകാമെന്നായിരുന്നു MLA വിജയനോട് പറഞ്ഞത്. മകനെ കാണാതായത് മുതൽ അതുവരെ നടന്ന മുഴുവൻ സംഭവങ്ങളും അക്കമിട്ട് നിരത്തി തന്നെ വിശദമായ ഒരു പരാതി രൂപേണ വിജയൻ എഴുതി തയ്യാറാക്കുകയും ആ പരാതി MLAക്ക് നേരിട്ട് കൈമാറുകയും ചെയ്തു. പരാതി MLAക്ക് കൈമാറി ഏകദേശം 2 ദിവസം പിന്നിട്ടപ്പോഴായിരുന്നു ഏലത്തൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇൻസ്പെക്ടറുടെ ഫോൺ കോൾ വിജയനെ തേടിയെത്തുന്നത്. വീണ്ടും കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ വിളിക്കുകയായിരിക്കുമെന്നായിരുന്നു ആദ്യം വിജയൻ കരുതിയത്. എന്നാൽ വീട്ടിലേക്ക് ഇൻസ്പെക്ടർ വരുന്നു എന്ന് അറിയിച്ച ശേഷം ഫോൺ വെക്കുകയാണ് ചെയ്തത്. പോലീസ് സ്റ്റേഷനിലെത്തിയ ഇൻസ്പെക്ടർ അതുവരെ നടന്ന മുഴുവൻ കാര്യങ്ങളും വിജയനോട് വളരെ സൗഹാർദ്ദപരമായി ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. തന്റെ മകനെ കാണാതായ സംഭവത്തിൽ ഇപ്പോഴാണ് വളരെ നല്ലൊരു ഇടപെടൽ ഉണ്ടായതെന്ന് വിജയന് ബോധ്യമാവുകയും ചെയ്തു. മകന്റെ സുഹൃത്തുക്കളായ നിഖിലിനെയും രഞ്ജിത്തിനെയും ദീപേഷിനെയും തനിക്ക് സംശയമുണ്ടെന്നുള്ള കാര്യം കൂടി വിജയൻ ഇൻസ്പെക്ടറെ അറിയിച്ചു. അവരെയൊക്കെ താൻ കണ്ട് വിശദമായി തന്നെ ചോദ്യം ചെയ്തു കൊള്ളാമെന്ന് വാക്ക് നൽകിയതിനു ശേഷമായിരുന്നു ഇൻസ്പെക്ടർ രഞ്ജിത്ത് അവിടെ നിന്ന് കടന്നുപോയത്. തൊട്ടടുത്ത ദിവസം തന്നെ ഇൻസ്പെക്ടർ സുഹൃത്തുക്കളെയൊക്കെ കോൺടാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും സ്വീകരിച്ചു. നിഖിലിനെയും ദീപേഷിനെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു. ചോദ്യം ചെയ്യലിന് ശേഷം എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ ഇനിയും സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുമെന്ന് ഒരു താക്കീത് നൽകിക്കൊണ്ട് ആ രണ്ടുപേരെയും സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. നിഖിലും ദീപേഷും സ്റ്റേഷനിൽ നിന്ന് പോയ ആ നിമിഷത്തിൽ തന്നെ അവർ സംസാരിച്ച കാര്യങ്ങൾ മുഴുവൻ ഫോണിൽ റെക്കോർഡ് ചെയ്തെടുക്കുകയായിരുന്ന ഇൻസ്പെക്ടർ അവർ പറഞ്ഞ മൊഴികളൊക്കെ ഒന്നുകൂടി ആവർത്തിച്ച് കേട്ടുനോക്കി. അവർ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ച് കേട്ടുനോക്കിയ ഇൻസ്പെക്ടർ 2 ദിവസങ്ങൾക്ക് ശേഷം നിഖിലിനെയും ദീപേഷിനെയും 2 സമയത്ത് വീണ്ടും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. വളരെ വിശദമായി തയ്യാറാക്കിയ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലാണ് നിഖിലിനെയും ദീപേഷിനെയും വീണ്ടും ഇൻസ്പെക്ടർ ചോദ്യം ചെയ്തത്. അവർ പറഞ്ഞ ഓരോ മൊഴികളും അവരറിയാതെ തന്നെ തന്റെ ഫോണിൽ ഇൻസ്പെക്ടർ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ചോദ്യം ചെയ്യലിന് ശേഷം അവർ നേരത്തെ പറഞ്ഞ മൊഴികളും ഇപ്പോൾ പറഞ്ഞിട്ടുള്ള മൊഴികളും വീണ്ടും ഇൻസ്പെക്ടർ തന്റെ ഫോണിലുള്ളത് കേട്ടു നോക്കി. ആ സമയത്തായിരുന്നു നിഖിൽ പറഞ്ഞ മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് ഇൻസ്പെക്ടർക്ക് വ്യക്തമാകുന്നത്. ആദ്യം ചോദ്യം ചെയ്ത സമയത്ത് നിഖിൽ പറഞ്ഞ മൊഴികളിൽ നിന്നും കണക്ട് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത വിശദമായ ഒരു ചോദ്യാവലിയാണ് രണ്ടാമത്തെ ചോദ്യം ചെയ്യലിന് വേണ്ടി ഇൻസ്പെക്ടർ തയ്യാറാക്കി വെച്ചിരുന്നതും നിഖിലിനോട് ചോദിച്ചതും. കാണാതായ സുഹൃത്ത് വിജിലിനെ അവസാനം കണ്ടത് എപ്പോഴാണെന്നും ഒടുവിൽ സംസാരിച്ചത് എപ്പോഴാണെന്നും ഒക്കെ മാറ്റിയും മറിച്ചും ചോദിച്ചപ്പോൾ 2 ചോദ്യം ചെയ്യലിലും വ്യത്യസ്തമായ മറുപടികളാണ് നിഖിലും ദീപേഷും നൽകിയിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നിഖിൽ അറിയാതെ തന്നെ സുഹൃത്തായ ദീപേഷിനെ പോലീസ് സംഘം രഹസ്യമായി ഒന്നുകൂടി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു.
ചില നിർണായക ചോദ്യങ്ങളായിരുന്നു ഇത്തവണ ഇൻസ്പെക്ടർ ദീപേഷിനോട് ചോദിച്ചത്. നിഖിലും രഞ്ജിത്തും ദീപേഷും ചേർന്നാണ് സുഹൃത്ത് വിജിലിനെ കൊലപ്പെടുത്തിയതെന്നുള്ള കാര്യം തങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു എന്നായിരുന്നു ഇൻസ്പെക്ടർ ദീപേഷിനോട് പറഞ്ഞത്. ആ നിമിഷത്തിൽ തന്നെ പോലീസ് സംഘം എല്ലാം കണ്ടെത്തിക്കാണുമെന്ന് കരുതി മുഖം പൊത്തി ദീപേഷ് കരയുകയാണ് ചെയ്തത്. തങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന സംഭവങ്ങൾ മുഴുവനായും ദീപേഷ് പോലീസിന് മുൻപാകെ വെളിപ്പെടുത്തി. വിജിലിനെ കാണാനില്ല എന്ന് വീട്ടുകാർ പരാതി നൽകുന്നതിന്റെ തലേ ദിവസം വിജിൽ ഉൾപ്പെടുന്ന മൂവർ സംഘം കായൽ തീരത്തിരുന്ന് മദ്യപിക്കുകയായിരുന്നു. ഈ സമയത്താണ് നിഖിൽ തന്റെ കൈവശമുള്ള മയക്കുമരുന്ന് അവരെയൊക്കെ കാണിക്കുന്നതും സുഹൃത്തുക്കൾക്ക് മുൻപിൽ ഇരുന്നു കൊണ്ട് തന്നെ അത് തന്റെ കയ്യിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നതും. അത് യഥാർത്ഥ ലഹരിയാണെന്നും ഇത് ഉപയോഗിക്കാത്തവർ ജീവിച്ചിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് നിഖിൽ സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ സുഹൃത്തുക്കൾക്കും ആവേശമായി. അങ്ങനെയായിരുന്നു നിഖിലിന്റെ കൈവശമുണ്ടായിരുന്ന മയക്കുമരുന്ന് ബാക്കിയുള്ള സുഹൃത്തുക്കൾ ചേർന്ന് ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. കയ്യിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന മടി കൊണ്ട് ആ മൂവർ സംഘം അത് വിഴുങ്ങുകയാണ് ചെയ്തത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നിഖിലിനെ പോലെ തന്നെ ബാക്കിയുള്ള സുഹൃത്തുക്കളും ഉറക്കെ ചിരിക്കാനും വളരെ സന്തോഷത്തോടു കൂടി സംസാരിക്കാനും തുടങ്ങി. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആ നാൽവർ സംഘം ബോധം കെട്ട് ആ കായൽക്കരയിൽ കിടന്നുറങ്ങുകയും ചെയ്തു. മണിക്കൂറുകൾ പിന്നിട്ട സമയത്ത് വിജിൽ ഒഴികെയുള്ള ബാക്കി 3 പേരും ഉണർന്നെഴുന്നേൽക്കുകയും ചെയ്തു. എന്നാൽ വിജിലിനെ എത്ര തട്ടി വിളിച്ചിട്ടും യാതൊരു അനക്കവുമില്ലാത്ത സാഹചര്യത്തിൽ അമിതമായ അളവിൽ മയക്കുമരുന്ന് ഉള്ളിൽ പ്രവേശിച്ച സാഹചര്യത്തിൽ വിജിൽ മരണപ്പെട്ട് കാണുമെന്ന് 3 സുഹൃത്തുക്കളും കരുതി. വിജിലിന്റെ ഡെഡ് ബോഡി അവിടെ ഉപേക്ഷിച്ച ശേഷം മൂവർ സംഘം മുങ്ങാനായിരുന്നു തീരുമാനിച്ചത്. അന്വേഷണം അവരിലേക്ക് എത്തുമെന്ന് ഭയമുള്ളത് കൊണ്ട് തന്നെ മൂവർ സംഘം വിജിലിന്റെ അടുത്തെത്തുകയും അയാളുടെ ശരീരം മറ്റാരും കാണാതെ ഒരു കുറ്റിക്കാട്ടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി ഇടുകയും ചെയ്തു. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഡെഡ് ബോഡി എവിടെയെങ്കിലും മറവ് ചെയ്യാനായിരുന്നു മൂവർ സംഘം തീരുമാനിച്ചത്. അതിനുശേഷം വിജിലിന്റെ മൊബൈൽ ഫോൺ കയ്യിലേക്കെടുത്ത സുഹൃത്തുക്കൾ വിജിലുമായി തങ്ങൾക്ക് യാതൊരു വിധത്തിലുമുള്ള കോൺടാക്ട് ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കുന്നതിനായി അവരുമായിട്ടുണ്ടായിരുന്ന എല്ലാ ഫോട്ടോസും അതോടൊപ്പം തന്നെ വിളിച്ചിട്ടുള്ള കോളുകളും വാട്സ്ആപ്പ് ചാറ്റുകളും എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വിജിലിന്റെ ബൈക്കിന്റെ കവറിലേക്ക് ഇടുകയും ചെയ്തു. പിന്നീടാണ് ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ വിജിലിന്റെ ബൈക്ക് കോഴിക്കോട് കല്ലായിലെ റെയിൽവേ സ്റ്റേഷൻ സമീപമുള്ള പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയി വെക്കുന്നത്. ബൈക്ക് അവിടെ പാർക്ക് ചെയ്തതിനു ശേഷം മൂവർ സംഘം മടങ്ങി വരുന്നതിനിടയിൽ ഒരു തീരുമാനവും എടുത്തു. ഏതെങ്കിലും കാരണവശാൽ പോലീസ് സംഘം വിജിലിന്റെ ഡെഡ് ബോഡി കണ്ടെത്തുകയാണെങ്കിൽ സ്വാഭാവികമായും അന്വേഷണം സുഹൃത്തുക്കളിലേക്കും എത്തും. അതുകൊണ്ട് തന്നെ വിജിലിന്റെ ബോഡി നശിപ്പിക്കണമെന്നുള്ള തീരുമാനത്തിലേക്കാണ് ആ 3 സുഹൃത്തുക്കളും പിന്നീട് എത്തിയത്. അങ്ങനെ ആ സംഘം കുറ്റിക്കാടിന് സമീപം വിജിലിന്റെ ഡെഡ് ബോഡി വലിച്ചെറിഞ്ഞ ഭാഗത്തേക്ക് എത്തുകയും സമീപത്തുള്ള കായലിലേക്ക് തന്നെ കെട്ടിത്താഴ്ത്താൻ തീരുമാനിക്കുകയും ചെയ്തു. വിജിലിന്റെ മൃതദേഹം കായലിൽ കെട്ടിത്താഴ്ത്തിയതിനു ശേഷം തിരികെ വീടുകളിലേക്ക് മടങ്ങിയെത്തിയ സമയത്തായിരുന്നു വിജിലിന്റെ അച്ഛൻ വിജയൻ മകനെ കണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് സുഹൃത്തുക്കളെ സമീപിച്ചത്. ആ പിതാവിന്റെ മുൻപിൽ വെച്ച് തന്നെ ആ മൂവർ സംഘം മകൻ വിജിലിനെ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തകർത്ത് അഭിനയിക്കുകയും ചെയ്തു. വിജിലിന്റെ സുഹൃത്തുക്കൾ എന്ന നിലയിൽ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ കേസ് എത്തിയ സമയത്ത് മൂവർ സംഘത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും വളരെ യുക്തിഭദ്രമായ മറുപടികൾ കൊണ്ട് കൃത്യമായി പോലീസിന് മുൻപാകെ ന്യായീകരിക്കുകയും ചെയ്തു. വിജിലിനെ അന്വേഷിച്ച് പോലീസ് സംഘവും അതോടൊപ്പം തന്നെ വിജിലിന്റെ പിതാവും സഹോദരനും ഒക്കെ നാടാകെ അലയുന്ന സമയത്ത് സുഹൃത്തുക്കളായ മൂവർ സംഘം സ്ഥിരമായി വിജിലിന്റെ മൃതദേഹം കെട്ടിത്താഴ്ത്തിയ കായൽ തീരത്ത് എത്തുന്നത് പതിവായിരുന്നു. അങ്ങനെ അവർ സ്ഥിരമായി എത്തിയ സമയത്തായിരുന്നു ഞെട്ടിക്കുന്ന ഒരു കാഴ്ച ആ കായലിനുള്ളിൽ കണ്ടത്. കായലിനോട് ചേർന്നുള്ള ചതുപ്പ് നിറഞ്ഞ ഒരു പ്രദേശത്താണ് വിജിലിന്റെ ശരീരം കെട്ടിത്താഴ്ത്തിയത്. ആ ഭാഗത്തു നിന്നും കുമിളകൾ വൻതോതിൽ പുറത്തേക്ക് വരുന്ന കാഴ്ചയായിരുന്നു ആ മൂവർ സംഘം കണ്ടത്. പതിയെ വിജിലിന്റെ ഡെഡ് ബോഡിയുടെ തലഭാഗം മുകളിലേക്ക് പൊങ്ങി വരുന്ന കാഴ്ചയാണ് ആ സുഹൃത്തുക്കൾ കണ്ടത്. ആ കാഴ്ച കണ്ട ഉടൻ തന്നെ വീണ്ടും ഭാരമേറിയ കല്ലുകൾ ഉപയോഗിച്ച് വിജിലിന്റെ തലയുടെ ഭാഗം ആ സുഹൃത്തുക്കൾ ചേർന്ന് വീണ്ടും ചതുപ്പിനുള്ളിലേക്ക് കെട്ടിത്താഴ്ത്തി. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നു പോകുന്തോറും അന്വേഷണം പല രീതിയിൽ ആരംഭിക്കുന്നുണ്ടെങ്കിലും അവയൊക്കെ എങ്ങും എത്താതെ തന്നെ അവസാനിക്കുകയും ചെയ്യുന്ന അവസ്ഥയായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്തോറും സുഹൃത്തുക്കളിൽ ഭയവും വർദ്ധിച്ചുകൊണ്ടിരുന്നു. അവരുടെ സുഹൃത്തായ വിജിലിന്റെ മരണം സംഭവിച്ചിട്ട് അവനുവേണ്ടി യാതൊരു വിധത്തിലുമുള്ള കർമ്മങ്ങൾ ചെയ്യാത്തതുകൊണ്ട് തന്നെ വിജിലിന് മോക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ വിജിൽ തങ്ങളെ വിട്ടുപോകാൻ സാധ്യതയില്ല എന്ന് ആ സുഹൃത്തുക്കൾ കരുതി. വിജിൽ മരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വീട്ടുകാർക്ക് വ്യക്തത വരാത്ത സാഹചര്യത്തിൽ അവരും പൂജകളൊന്നും തന്നെ നടത്തിയിട്ടില്ല. അങ്ങനെ പല കാര്യങ്ങളും ആലോചിച്ചു കൂട്ടിയ സുഹൃത്തുക്കൾ ചേർന്ന് മറ്റൊരു തീരുമാനത്തിലെത്തി. വിജിലിന്റെ അസ്ഥികൾ പുറത്തെടുത്ത് ഏതെങ്കിലും ആറ്റിൽ കൊണ്ടുപോയി പൂജകളൊക്കെ പൂർത്തിയാക്കി ഒടുക്കണമെന്നുള്ളതായിരുന്നു സുഹൃത്തുക്കൾ ചേർന്നെടുത്ത തീരുമാനം. അങ്ങനെ വീണ്ടും ആ മൂവർ സംഘം ആരും അറിയാതെ ഇരുട്ടിന്റെ മറവിൽ കായൽ തീരത്തുള്ള ആ ചതുപ്പ് പ്രദേശത്തേക്ക് എത്തുകയും അവിടെ മുങ്ങിത്തപ്പി വിജിലിന്റെ അസ്ഥി കഷ്ണങ്ങളൊക്കെ പറക്കി കൂട്ടുകയും ചെയ്തു. അങ്ങനെ ആ സംഘം വരയ്ക്കൽ കടപ്പുറത്തെത്തുകയും വിജിലിന്റെ പേര് മനസ്സിൽ പറഞ്ഞുകൊണ്ട് കർമ്മങ്ങളൊക്കെ ചെയ്യിച്ചുകൊണ്ട് അസ്ഥികൾ കടലിൽ ഒഴുക്കുകയും ചെയ്തു. സുഹൃത്ത് വിജിലിന്റെ കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കിയ ശേഷം മൂവർ സംഘം 3 സ്ഥലത്തേക്ക് പിരിഞ്ഞു. അങ്ങനെയായിരുന്നു നിഖിൽ ഗൾഫിലേക്ക് പോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ദീപേഷ് പോലീസിന് മുൻപാകെ തുറന്ന് സമ്മതിച്ചത്. ഈ സാഹചര്യത്തിൽ ദീപേഷ് സ്റ്റേഷനിലുണ്ടെന്ന് അറിയിക്കാതെ തന്നെ പോലീസ് സംഘം അതീവ രഹസ്യമായി നിഖിലിനെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. ഒരു നിർണായകമായ കാര്യമായിരുന്നു ഇൻസ്പെക്ടർ നിഖിലിനോട് പറഞ്ഞത്. വിജിലിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്ത സമയത്ത് വിജിലിന്റെ പേര് കർമ്മിയോട് പറയാതെ മനസ്സിൽ പറഞ്ഞാൽ അവന് ശാന്തി കിട്ടുമോ എന്നുള്ളതായിരുന്നു പോലീസ് സംഘം നിഖിലിനോട് ചോദിച്ചത്. വിജിലിന്റെ കർമ്മങ്ങൾ ചെയ്ത വിവരം പോലീസ് എങ്ങനെ അറിഞ്ഞു എന്നോർത്ത് നിമിഷത്തിൽ തന്നെ നിഖിൽ ആകെ വിളറി വിളുത്തു. നിഖിലിന്റെ പതർച്ച മനസ്സിലാക്കിയ ഇൻസ്പെക്ടർ സുഹൃത്ത് വിജിലിന്റെ ശരീരം കായലിനുള്ളിൽ കെട്ടിത്താഴ്ത്തിയതും പിന്നീട് അതിൽ നിന്നും അസ്ഥികൾ എടുത്തുകൊണ്ട് കടപ്പുറത്ത് പോയി നിമജ്ജനം ചെയ്ത കാര്യങ്ങളൊക്കെ ദീപേഷ് തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയിച്ചു. തങ്ങൾ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ നിമിഷത്തിൽ തന്നെ നിഖിൽ എല്ലാ കാര്യങ്ങളും പോലീസിനോട് തുറന്നു പറഞ്ഞു. ഇൻസ്പെക്ടർ ഉടൻ തന്നെ വിജിലിന്റെ പിതാവായ വിജയനെ വിളിച്ച് സ്റ്റേഷനിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇന്ന് കോഴിക്കോട് സംഭവിച്ച ഒരു വാർത്തയാണിത്. ഇത് വായിക്കുമ്പോൾ കഥ പോലെ ആണ് എന്ന് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടത് കൊണ്ട് നിങ്ങൾക്ക് തോന്നിയതാ. ഇന്ന് കോഴിക്കോട് സംഭവിച്ച ഒരു വലിയ ദുരന്തത്തിന്റെ വാർത്തയാണ്. ലഹരി കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന യുവാക്കളെ പെട്ടെന്ന് കാണാതാകുന്നു. അമിതമായിട്ടുള്ള ലഹരി ഉപയോഗം കാരണം കൂട്ടത്തിൽ ഒരുത്തൻ മരിക്കുന്നു. അവനെ എങ്ങനെയാണ് മറവ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് കൂട്ടുകാർ കുറെ കുതന്ത്രങ്ങളും മെനയുന്നു. എത്ര മാധ്യമങ്ങളിൽ നിങ്ങൾ ഇന്ന് ഈ വാർത്ത കണ്ടു? അവര് ദിവ്യ എസ് അയ്യരുടെ വിശുദ്ധ യുദ്ധത്തിന്റെ പിന്നാലെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ വാട്സാപ്പ്
ഈ വ്യൂസ് കുറയാനുള്ള